أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനുൽ ഇസ്ലാമിൻ്റെ ലക്ഷ്യം വളരെ കൃത്യമായി തുടക്കം മുതലേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തുടക്കം മുതൽ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമാണ്. എന്താണ് ദീനുൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ലക്ഷ്യം? മരണത്തിന് ശേഷം ആഖിറത്തിൽ രക്ഷപ്പെടുക എന്നുള്ളതാണ്. മരണത്തിന് ശേഷമുള്ള ജീവിതം വിശ്വസിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനൊരു പ്രസക്തിയുമില്ല. കാരണം ദുനിയാവിൻ്റെ കാര്യങ്ങൾ നടക്കുന്നതിന് ഇസ്ലാമിനെ അള്ളാഹു ഷർത്താക്കി വെച്ചിട്ടില്ല. ദുനിയാവിൽ മനുഷ്യൻ്റെ ആവശ്യങ്ങളെ പൂർത്തിയാക്കുന്നതിന് അല്ലാഹു തആല അസ്ബാബുകളെ സംവിധാനിച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ ആദർശത്തെ പരിഗണിച്ചുകൊണ്ടല്ല, മനുഷ്യൻ്റെ കർമ്മങ്ങളെ പരിഗണിച്ചുകൊണ്ടുമല്ല, മനുഷ്യൻ്റെ ആവശ്യങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ദീനുൽ ഇസ്ലാമിനെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നത് തികച്ചും ധിക്കാരവും അള്ളാഹുവിനെ ധിക്കരിക്കലും അള്ളാഹുവിനെ പരിഹസിക്കലും നിന്ദിക്കലുമാണ്. ആഖിറത്തെ സംബന്ധിച്ചുള്ള ചർച്ചയും ചിന്തയും വളരെ കുറഞ്ഞു വരികയാണ്. കുറഞ്ഞു വരിക മാത്രമല്ല, തീരെ ഇല്ലാതായിരിക്കുകയാണ്. അഹ്ലുസുന്നന്റെ അഹ്ലുകാരിൽ പോലും ആഖിറത്തിലെ ജീവിതവുമായിട്ട് കാര്യങ്ങളെ ബന്ധിപ്പിക്കുന്ന ചർച്ച ഇല്ലാതായിരിക്കുകയാണ്. ദുനിയാവിൽ നടക്കുന്ന പ്രശ്നങ്ങളുമായിട്ട് മാത്രം ഇസ്ലാമിനെ ബന്ധപ്പെടുത്തുന്ന ഒരു അപകടകരമായ രീതി ഇന്ന് സംജാതമായിട്ടുണ്ട് ഉലമാക്കൾക്കിടയിൽ പോലും. ഇത് തികച്ചും ജൂതന്റെ നേതൃത്വത്തിലുള്ള ശീഈ വിഭാഗത്തിന്റെ താല്പര്യവും അവരുടെ തന്ത്രവും ആണ്. മുസ്ലിമീങ്ങളെ പൂർണ്ണമായും ആഖിറത്തിന്റെ ചിന്തയിൽ നിന്ന് ഒഴിവാക്കുകയും ദുനിയാവിലെ ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് ഇസ്ലാമിനെ ഉപയോഗിക്കണമെന്ന് അവരെ പ്രോത്സാഹിപ്പിക്കുകയും അങ്ങനെ ആവശ്യ പൂർത്തീകരണത്തിന് ആത്മീയതയെ ഉപയോഗിക്കുന്ന അപകടകരമായൊരു രീതി സംജാതമാവുകയും ചെയ്തു. നാം എപ്പോഴും ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്
മതങ്ങൾ വേറെ, ഇസങ്ങൾ വേറെ, ഇസ്ലാം വേറെ എന്ന്. ദീനുൽ ഇസ്ലാമിനെ കൊല്ലാൻ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ മധ്യകാലഘട്ടത്തിൽ ഉപയോഗിച്ച തന്ത്രം ഇസ്ലാമിനെ മതങ്ങളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി എന്നതാണ്. 15-16 നൂറ്റാണ്ട് കാലം ഭൂലോകത്ത് വിപ്ലവകരമായ പല മാറ്റങ്ങളും വന്ന ഒരു നൂറ്റാണ്ടായിരുന്നു അത്. കുരിശി വിപ്ലവം തകരുകയും യൂറോപ്പ് ലോകത്തിൻ്റെ മുമ്പിൽ ഒരു പുതിയ സംവിധാനം അവതരിപ്പിക്കുകയും ചെയ്തു. ആ സംവിധാനത്തിനാണ് നാം മതേതരത്വം എന്ന് പറയുന്നത്. മതേതരത്വം എന്നത് യഥാർത്ഥത്തിൽ യൂറോപ്പ് നടപ്പിലാക്കിയത് മതമില്ലാത്തൊരു ലോകത്തെ ഉണ്ടാക്കിയെടുക്കാനാണ്. ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ സെക്യുലർ ഡെമോക്രസി ഒരു വിഷയമായി വരുമ്പോൾ ഭരണഘടനയിൽ വളരെ കൃത്യമായി അന്നത്തെ വിവരമുള്ളവർ, പ്രത്യേകിച്ചിട്ട് മുസ്ലിമീങ്ങൾ, വളരെ സമർത്ഥമായി മതേതരത്വത്തെ നിർവചിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ. ഇന്ത്യൻ ഭരണഘടനയിലെ മതേതരത്വം എല്ലാ മതങ്ങളെയും വ്യക്തിപരമായി അംഗീകരിക്കുന്നതിനോടൊപ്പം പൊതുവിൽ ഒരു മതത്തെയും ഭരണരംഗത്ത് പരിഗണിക്കേണ്ടതില്ല എന്ന രീതിയാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ മതേതരത്വത്തിന് ഇസ്ലാമിൻ്റെ പണ്ഡിതന്മാർ സപ്പോർട്ട് ചെയ്തത്. ഇന്ത്യൻ മതേതരത്വം മതാധിഷ്ഠിത മതേതരത്വമാണ്. അതുകൊണ്ടാണ് ഭരണഘടനയിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിനും മതസ്വാതന്ത്ര്യത്തിനും പ്രത്യേകം വകുപ്പ് എഴുതി ചേർത്തത്. മതങ്ങൾ ഭരണകൂടം കൈകാര്യം ചെയ്യുകയില്ല ഇന്ത്യയിൽ. തെരഞ്ഞെടുക്കപ്പെടുന്ന ഭരണകൂടങ്ങൾക്കുള്ള ജോലി ഇന്ത്യയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കാൻ വസ്തുക്കളെ ഉൽപ്പാദിപ്പിക്കുകയും സപ്ലൈ ചെയ്യുകയും ചെയ്യുക എന്ന ഉത്തരവാദിത്തമാണ് ഭരണകൂടത്തിന് ഇന്ത്യയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ആത്മീയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഭരണഘടന അനുസരിച്ച് ഭരണകൂടത്തിന് ഉത്തരവാദിത്തമില്ല. ഒന്നും കൂടി വ്യക്തമായി പറഞ്ഞാൽ, ഇന്ത്യയിലെ ജനങ്ങളെ സ്വർഗത്തിലേക്ക് അയക്കേണ്ട ഉത്തരവാദിത്തമോ നരകത്തുനിന്ന് രക്ഷപ്പെടുത്തേണ്ട ഉത്തരവാദിത്തമോ ഇന്ത്യ ഭരണകൂടത്തിനില്ല. ഭരണഘടന അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെടുന്ന 500 ചില്ലാൻ MP യോഗം കൂടി തീരുമാനിക്കുന്നത് ഇവിടെ ജീവിക്കുന്ന ഏതാണ്ട് 130 കോടിയോളം വരുന്ന മനുഷ്യരുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ എന്താണ് വേണ്ടത് എന്ന്. ആവശ്യങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 3 കാര്യങ്ങളാണ്. എന്താണത്? വയറു നിറച്ച് തിന്നുക, കക്കൂസ് മുറച്ചും ഡാഷ് ഒരു പായ വിരിച്ചിട്ട് കിടന്നുറങ്ങുക. ഇതാണ് ആവശ്യങ്ങൾ. ഇന്ത്യ രാജ്യത്തിൻ്റെ പഞ്ചവത്സര പദ്ധതിയിൽ കോടാനകോടി ഉറുപ്പിയുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിൻ്റെ ആവശ്യം എന്താണ്? ഈ 3 കാര്യങ്ങൾ പൂർത്തിയാവലാണ്. 10 ലക്ഷം ഉറുപ്പിക സമ്പാദിക്കുന്നവനും ഒരു ദിവസത്തെ ജോലി വയറു നിറച്ച് തിന്നലും കക്കൂസ് നിറച്ച് ഒഴിവാക്കലും ഒരു പായ കിട്ടിയാൽ കിടന്നുറങ്ങലുമാണ്. 1000 രൂപ ശമ്പളം കിട്ടുന്നവൻ്റെയും ജോലി അത് തന്നെയാണ്. ഈ 3 കാര്യങ്ങൾ സുഖപ്രദമായി നടക്കാൻ എന്താണോ ഇന്ത്യയിൽ ആവശ്യം, അതിനുവേണ്ടി മെനക്കെടുക എന്നുള്ളതാണ് ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വം. ഏത് കാര്യം എടുത്തു നോക്കി, ഒരു ലോവർ പ്രൈമറി സ്കൂൾ, LP സ്കൂൾ മുതൽ അങ്ങോട്ട് യൂണിവേഴ്സിറ്റി തരം വരെ അതിൻ്റെ ഏതെല്ലാം മേഖലകൾ, അതിൻ്റെ എഞ്ചിനീയറിംഗ് മേഖലയായാലും സയൻസിൻ്റെ മേഖലയായാലും മെഡിക്കൽ മേഖലയായാലും അതേപോലെ തന്നെ ഏത് കാര്യങ്ങൾ എടുത്തു നോക്കി, ഏത് കാര്യങ്ങൾ എടുത്തു നോക്കി, അടിസ്ഥാന ലക്ഷ്യം എന്താ? മേൽപ്പറയപ്പെട്ട 3 കാര്യങ്ങൾ സുഖകരമാക്കി തീർക്കലാണ്. വയറു നിറച്ചും തിന്നാനുള്ള സൗകര്യം. സ്വർണത്തിൻ്റെ കക്കൂസ് ഉണ്ടാക്കിയാലും ആരും അതിൻ്റെ ഉള്ളിൽ പോയി കിടന്നുറങ്ങാനൊന്നും നിൽക്കൂല. ആവശ്യം തീർന്നാൽ ഉടൻ തന്നെ പുറത്ത് വരും. മണ്ണിൻ്റെ ചട്ടിൻ്റെ കക്കൂസായാലും ആവശ്യം തീർന്നാൽ പുറത്തേക്ക് വരും. രണ്ടാളുടെയും ജോലി തുല്യമാണ്. ഇങ്ങനെ വിലമതിച്ച കക്കൂസുകളിൽ എടുക്കുന്ന ജോലിയും ഒരു വിലയുമില്ലാതെ സിമെൻറ്റിൻ്റെ കട്ട കൊണ്ട് എത്തിൻ്റെ അതിനുള്ളിലെടുക്കുന്ന ജോലിയും അതെല്ലാം കണക്കാണ്. ആരും അത് ലക്ഷങ്ങൾ ചിലവാക്കിയ കക്കൂസാന്ന് പറഞ്ഞിട്ട് കുറച്ച് സമയം ഇവിടെ ഇരുന്നേക്കാമെന്ന് ആരും കരുതാറില്ല. ഇത്രയേ ഉള്ളൂ ദുനിയാവിൻ്റെ കാര്യം. അത്രയേ ഉള്ളൂ ദുനിയാവിൻ്റെ കാര്യം. വളരെ കൃത്യമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്.
ഈ ദുനിയാവിന് ഒരു ജനാഹ ബഊല, ഒരു കൊതുകിൻ്റെ ചിറകോളം അല്ലാഹു തആല വിലമതിച്ചിട്ടുണ്ടെങ്കിൽ മാസക്കാലിൽ കാഫിരി ശുർബത്ത മാ, കാഫിറിനൊരു തുള്ളി വെള്ളം അല്ലാഹു കുടിപ്പിക്കുമായിരുന്നില്ല എന്ന്. ദുനിയാവ് ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ളതാണ്. ആരെന്ത് പറഞ്ഞാലും ആദർശം പൂർത്തിയാക്കാനുള്ളതല്ല. ആദർശം പൂർത്തിയാക്കാൻ ദുനിയാവിന് ശർത്ത് അല്ലാഹു തആല വെച്ചിട്ടില്ല. ആദർശത്തിന്റെ ഭാഗമാണ് ദുനിയാവെങ്കിൽ തീർച്ചയായിട്ടും അല്ലാഹു തആല മുശ്രിക്കീങ്ങൾക്കും കാഫിരീങ്ങൾക്കും അത് ഓഹരി കൊടുക്കുന്ന പ്രശ്നം ഉണ്ടാകുകയില്ല. ഇത് വളരെ കൃത്യമായി തുടക്കത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാലോകരെ അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് വിഷയം. ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യങ്ങൾ പൂർത്തിയാക്കുക, അതിനു വേണ്ടിയിട്ട് മെനക്കെടുക. അത് പഞ്ചായത്ത് തലം മുതൽ, വില്ലേജ് തലം മുതൽ, പഞ്ചായത്ത് മുതൽ, താലൂക്ക് മുതൽ, ഡിസ്ട്രിക്ട് മുതൽ, സ്റ്റേറ്റ് മുതൽ, ദേശീയാടിസ്ഥാനത്തിൽ, ലോകാടിസ്ഥാനത്തിൽ ഏതേത് സംരംഭങ്ങൾ നോക്കിയാലും അതിവിടുത്തെ മനുഷ്യന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള മെനക്കെടലുകൾ മാത്രമായിരിക്കും. അതേ സന്ദർഭത്തിൽ ആദർശത്തെ അല്ലാഹു തആല വെച്ചിരിക്കുന്നത് ആഖിറത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് മതങ്ങൾ പ്രസക്തമല്ല എന്ന് നാം പറയുന്നത്. ആരെന്ത് പറഞ്ഞാലും മതങ്ങളെല്ലാം കൂടി കൂട്ടിക്കുഴച്ചിട്ട് ഇസ്ലാമിനെയും കൂടി അതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ സംവിധാനം ഉണ്ടാക്കാനൊന്നും ആരും മെനക്കെടേണ്ട ആവശ്യമില്ല. മതങ്ങൾ വേറെ തന്നെയാണ്, ഇസ്ലാം വേറെ തന്നെയാണ്. ഇസ്ലാമിനെ മതത്തിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയത് എന്തിനാണെന്നറിയോ? മതത്തിന്റെ ജീർണതകൾ ഇസ്ലാമിനും ബാധകമാണെന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇല്ല, ദുനിയാവിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ, ദുനിയാവിൻ്റെ വസ്തുക്കളെ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിൽ ആഖിറത്തിലേക്ക് ആവശ്യമുള്ള ആദർശത്തെ ബന്ധിപ്പിക്കുക എന്നല്ലാതെ ഉൽപാദന പ്രക്രിയ പൂർണ്ണമായും ആദർശത്തിന് വേണ്ടിയാണ് എന്നൊരു ചിന്താഗതി ദീനുൽ ഇസ്ലാം വെച്ച് പുലർത്തുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിലാണ് ലോകത്തെ സംവിധാനിച്ചിരിക്കുന്നത്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലം മുതൽ തന്നെ ആഖിറത്തെ സംബന്ധിച്ചാണ് വളരെ കൃത്യമായി പറഞ്ഞുകൊണ്ടിരുന്നത്. ആഖിറത്തെ പറ്റി ചിന്തിക്കാത്ത ഒരാൾക്ക് ഒരു കാരണവശാലും ദീനുൽ ഇസ്ലാം ഉപകരിക്കുകയില്ല. മതങ്ങൾ ആവശ്യപൂർത്തീകരണത്തിന് വേണ്ടി സംവിധാനിക്കപ്പെട്ട മനുഷ്യനിർമ്മിതമായ ചില വ്യവസ്ഥിതികളാണ് മതങ്ങൾ. ആവശ്യപൂർത്തീകരണത്തിന് അസ്ബാബുകളെ, വസ്തുക്കളെ സംഘടിപ്പിക്കുന്നതിന് ആത്മീയ ബന്ധമുണ്ടാക്കി തീർക്കുകയും ആ ബന്ധത്തിലൂടെ സാധാരണക്കാരനെ പുരോഹിതന്മാർക്ക് ചൂഷണം ചെയ്യാനും ആ ചൂഷണത്തെ ഭരണകൂടം ഉപയോഗപ്പെടുത്താനും വെച്ചിരിക്കുകയാണ് മതങ്ങൾ. മതങ്ങളെ പരിശോധിച്ചു നോക്കിയേ. മതങ്ങൾക്ക് ആഖിറവുമായിട്ട് എന്താണ് ബന്ധം? ആകാശവുമായിട്ട് മതങ്ങൾക്ക് എന്താണ് ബന്ധം? മതങ്ങൾ ആകാശ നിർമ്മിതിയാണോ? അല്ല, ഒരിക്കലും അല്ല. ഭൂമി നിർമ്മിതിയാണ്. ഭൂമിയുടെ പുറന്തൊലിക്ക് മുകളിൽ ജീവിച്ച പുരോഹിതവർഗം സാധാരണക്കാരന്റെ മനസ്സിനെ സമാധാനിപ്പിച്ച് നിർത്താൻ വേണ്ടി ഉണ്ടാക്കി തീർത്ത ആത്മീയ രേഖകളാണ് മതങ്ങൾ. അത് ആവശ്യപൂർത്തീകരണത്തിനുള്ളതാണ്. അത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തിന് ശേഷം വന്ന ദ്രാവിഡ മതമായാലും, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം വന്ന ആര്യമതമായാലും, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം വന്ന ജൂതമതമായാലും, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം വന്ന ക്രിസ്തുമതമായാലും, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം വന്ന ഷീഈ മതമായാലും, ഇവകളൊക്കെ കൃത്യമായും മതങ്ങളാണ്. ഷീഈ മതത്തെ ഒരു കാരണവശാലും ഇസ്ലാമുമായിട്ട് അടുപ്പിച്ചുകൂടാ. ഇസ്ലാമുമായിട്ട് അതിനെ ബന്ധിപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല. അതൊരു പ്രത്യേക മതമാണ്. മറ്റു മതങ്ങളെപ്പോലെ ആത്മീയമായി ആവശ്യപൂർത്തീകരണത്തിന്, സാധാരണക്കാരൻ്റെ മനസ്സിനെ ആവശ്യപൂർത്തീകരണത്തിന് വേണ്ടി സമാധാനിപ്പിക്കാനുള്ള ചില പുരോഹിത വിഭാഗത്തിൻ്റെ ആത്മീയ രേഖകളാണ് ഷീഈ മതം. അതുകൊണ്ടാണ് ഷീഈ മതത്തിൽ വ്യക്തികൾക്ക് പ്രസക്തി ഉണ്ടായത്. ഞാൻ വളരെ കൃത്യമായിട്ട് പലപ്പോഴും പറയുന്ന വിഷയമാണ്. ഇന്ന് ലോക ചരിത്രത്തിൽ ആദർശപരമായി പറയുമ്പോൾ 2 ജൂത സംവിധാനങ്ങൾ ഇന്ന് ലോകത്ത് നിലവിലുണ്ട്. ഇന്ന് ലോകത്ത് 2 ജൂത സംവിധാനങ്ങൾ നിലവിലുണ്ട്. അതൊന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അഡ്രസ്സിൽ തട്ടിക്കൂട്ടിയുണ്ടാക്കിയ ജൂതമതം, ബനു ഇസ്രായേലിൽ നിന്ന് ഉണ്ടായിയെടുത്ത ജൂതമതം. ബനു ഇസ്രായേൽ ഇസ്ഹാഖ് നബി മുതൽ ആരംഭിക്കുന്ന ദീനാണ്. ഇസ്ഹാഖ് നബിക്ക് ശേഷം യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം,
യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഈ പാരമ്പര്യത്തിലാണ് ബഹുമാനപ്പെട്ട മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം യൂശൈ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതിനുശേഷം നൂറുകണക്കിന് നബിമാര് പിറകോട്ട് പോയി ബഹുമാനപ്പെട്ട ഈസ അലൈഹി സ്വലാത്തു വസ്സലാം. ആ പാരമ്പര്യം ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിൽ എത്തിച്ചേരുന്നു. അതിൻ്റെ ഇടയിൽ കടന്നു വന്ന ഒരു ദീനാണ് ജൂതദീൻ. അതിന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ശരീഅത്തുമായിട്ടാണ് അതിൻ്റെ ബന്ധം. ഷീഈ മതത്തിന് മുഹമ്മദ് നബിൻ്റെ ശരീഅത്തുമായിട്ട് ബന്ധമുണ്ടാക്കിയതുപോലെ ബനൂ ഇസ്രായേൽ എന്ന് പറയുമ്പം തന്നെ ജൂതമതമാണെന്ന് ആരും തെറ്റിദ്ധരിച്ചു പോകരുത്. ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പാരമ്പര്യത്തിൽപ്പെട്ടതാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പാരമ്പര്യത്തിൽപ്പെട്ടതാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പാരമ്പര്യത്തിൽപ്പെട്ടതാണ്. ഈ കാലഘട്ടത്തിലെല്ലാം ലോകത്ത് നിലവിലുള്ളത് ഇസ്ലാമാണ്. ആ പാരമ്പര്യത്തിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉമ്മത്തിലെ പണ്ഡിതന്മാരെല്ലാം കൂടി സാധാരണക്കാരൻ്റെ മനസ്സിലേക്ക് ആത്മീയത തള്ളിവിടാൻ ഉണ്ടാക്കിയെടുത്തതാണ് ജൂതമതം. ആ ജൂതമതത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്താണ്? അള്ളാഹു റബ്ബാണെന്നും ഉസൈർ അള്ളാഹുവിനെ സ്വാധീനിക്കാൻ ആവശ്യമായ ഒരു ഇടയാളാണ് എന്നും, റബ്ബായ അള്ളാഹു ഉസൈർ എന്ന മകനുണ്ടായി, ആ മകനെ വെച്ചുകൊണ്ടാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് ജൂതമതം വിശ്വസിക്കുന്നു. ഇതാണ് ഇന്ന് നമ്മൾ കാണുന്ന ഇസ്രായേലി ജൂത സിദ്ധാന്തത്തിൻ്റെ പൊരുൾ. അത് തന്നെയാണ് ഇറാനിയൻ ജൂത സിദ്ധാന്തത്തിൻ്റെ പൊരുൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബാണെന്നും ആ റബ്ബിൽ നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അല്ലാഹു തആല പകരക്കാരനായിട്ട് നിയോഗിച്ചത് അലി റളിയല്ലാഹു തആല അൻഹുവിനെയാണ് എന്നും വിശ്വസിക്കുന്ന സമൂഹം. ഇവിടെ അലി റളിയല്ലാഹു തആല അൻഹുവിനെ ആകാശത്തോളം പുകഴ്ത്തി ഉള്ളതും ഇല്ലാത്തതുമായ മദ്ഹുകൾ പറഞ്ഞ് സാധാരണക്കാരുടെ മനസ്സകത്തേക്ക് ഒരുതരം വ്യക്തി ആരാധനയുണ്ടാക്കി ആവശ്യപൂർത്തീകരണത്തിന് അലിയിനെ ഇടപെടിപ്പിച്ചെങ്കിൽ മാത്രമേ അള്ളാഹു ഇടപെടുകയുള്ളൂ എന്ന ചിന്താഗതി ഉണ്ടാക്കിയെടുത്തു. അലി റളിയല്ലാഹു തആല അൻഹുവിന് ശേഷം 12 ഇമാമിങ്ങളാണ് അള്ളാഹുവിൻ്റെ പ്രതിനിധികളായിട്ട് ഭൂലോകത്തുള്ളതെന്ന്. 12ാമത്തെ ഇമാമ് വരാനിരിക്കുന്ന ഇമാമാണ്. ആ ഇമാമാണ് ഷീഈ വിഭാഗത്തിൻ്റെ മഹ്ദി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഇമാം മഹ്ദി അല്ല അത്. ഷീഈ വിഭാഗത്തിൻ്റെ 12 ഇമാമിങ്ങളുടെ കൂട്ടത്തിൽ 12ാമത്തെ ആളാണ് ആ മഹ്ദിയായിട്ട് വരാൻ പോകുന്നത്. അഷ്റഫുൽ ഖൽഖ് പറയുന്ന ആ മഹ്ദി ഷീഈ വിഭാഗത്തിനെതിരായിട്ട് വരുന്ന ആളാണ്. ഡമസ്കസ് കേന്ദ്രമാക്കിക്കൊണ്ട് പേർഷ്യൻ ജൂതായിസത്തെ കംപ്ലീറ്റ് തുടച്ചു നീക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുന്ന ഒരു മുജദ്ദിദാണ് ഇമാം മഹ്ദി റഹിമഹുല്ലാഹ്. ആ ഇമാം മഹ്ദിയും ഷിയാക്കൾ പറയുന്ന മഹ്ദിയും വ്യത്യാസമുണ്ട്. ഷിയാക്കൾ പറയുന്ന മഹ്ദി അലി റളിയല്ലാഹു തആല അൻഹുവിനെ അള്ളാഹ്ക്ക് പകരക്കാരനാക്കുകയും ആ പകരത്വം തുടർച്ചയായിട്ട് വരുന്ന 12 ഇമാമിങ്ങളുടെ കൂട്ടത്തിൽ 12ാമത്തെ ഇമാമ്, ആ ഇമാമ് വന്നെങ്കിൽ മാത്രമേ ഇവിടെ ഖുർആൻ പൂർത്തിയാവുകയുള്ളൂ, പരിശുദ്ധ ഖുർആൻ ആ ഇമാമാണ് കൊണ്ടുവരിക, മുഹമ്മദ് നബി കൊണ്ടുവന്ന ഖുർആൻ പൂർണ്ണമായ ഖുർആനല്ല. പൂർണ്ണമായ ഖുർആനിൽ ഏതാണ്ട് 70,000-ഓളം ആയത്തുകളുണ്ട്. മുഹമ്മദ് നബി കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ മുസ്ലിമീങ്ങളെന്ന് പറയുന്ന, അവരുടെ ഭാഷയിൽ മുസ്ലിമീങ്ങളെന്ന് പറയുന്ന കാഫിറുകൾ 6666 ആയത്തുള്ള ഖുർആനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് ആയത്തുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അഹ്ലുസുന്ന. മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് ഇന്നത്തെ ഇറാനിയൻ ജൂതന്മാർ അഥവാ ഷീഈ ജൂതന്മാർ പ്രചരിപ്പിക്കുന്ന കള്ളത്തരങ്ങളാണ്. മഹ്ദിയാണ് പൂർണ്ണമായ ഖുർആനുമായിട്ട് വരിക. ആ മഹ്ദി വന്നിട്ട് വേണം ഇവിടെ ഇസ്ലാം പൂർത്തിയാവാൻ. ആ മഹ്ദി വരലോടുകൂടി അവർക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ കഅബ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. ഒരു പുതിയ സംവിധാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ. ആ മഹ്ദിക്ക് വേണ്ടിയിട്ട് അവർ കഅബാലയത്തെ, ഇന്നത്തെ കാണുന്ന കഅബാലയത്തെ അംഗീകരിക്കുകയില്ല. അതേപോലെ തന്നെ മദീന മുനവ്വറ അവർ അംഗീകരിക്കുകയില്ല. അതേപോലെ തന്നെ മസ്ജിദുൽ അഖ്സയും അവർ അംഗീകരിക്കുകയില്ല. ഇത് മൂന്നും നശിപ്പിച്ചുകൊണ്ടൊരു പുതിയ സംവിധാനമാണ് ഷീഈ വിഭാഗം ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്ന മതത്തിൻ്റെ അടിസ്ഥാനമായിട്ട് കാണുന്നത്. ബൈത്തുൽ മുഖദ്ദസിനെ മോചിപ്പിക്കാനാണ് ജൂതന്മാർക്കെതിരിൽ ഇറാനിയൻ ജൂതൻ യുദ്ധം ചെയ്യുന്നത് എന്നൊരു തെറ്റിദ്ധാരണ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ഇല്ല, ബൈത്തുൽ മുഖദ്ദസിനെ നശിപ്പിക്കാനാണ് ഈ യുദ്ധങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നശിക്കണമെങ്കിൽ ഫലസ്തീനിലെ മുഅ്മിനീങ്ങൾ മരിച്ചു തീരണം. അത് മരിച്ചു തീരാൻ എന്തെല്ലാം കപടകരമായ തന്ത്രങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമോ അത് മുഴുവനും ഈ ഇറാൻ ഉപയോഗിക്കും.
ആ ഉപയോഗത്തിൻ്റെ തന്ത്രത്തിൻ്റെ ഭാഗമാണ് ഹമാസിൻ്റെ യുദ്ധം, അതേപോലെ തന്നെ ഇസ്രായേൽ ഇറാൻ യുദ്ധം. ഇതെല്ലാം വെറും നാടകങ്ങൾ മാത്രമാണ്, മുഅ്മിനീങ്ങളെ കൊന്നൊടുക്കാനുള്ള തന്ത്രങ്ങൾ മാത്രമാണ്. 1979 മുസ്ലിമീങ്ങളെ മുഴുവനും കൊന്നൊടുക്കിക്കൊണ്ടാണ് പഴയകാല പേർഷ്യ ഇറാനാക്കി മാറ്റിയെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരൊറ്റ മൂമിന് പോലും ഇറാനിൽ ജീവിക്കുന്നില്ല, ഒരൊറ്റ അഹ്ലുസുന്നയും ഇറാനിൽ ജീവിക്കുന്നില്ല. 45,000-ഓളം ജൂതന്മാർ ഇറാനിൽ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. തെഹ്റാനിൽ 45,000-ഓളം ജൂതന്മാർ ഇപ്പോഴും ഉണ്ട്. ഇറാനിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാർ ഷിയാക്കളാണ്, ജൂതന്മാരാണ്. ഇറാനിൻ്റെ ഇസ്ഫഹാൻ പട്ടണത്തിൽ അല്ലെങ്കിൽ തെഹ്റാൻ പട്ടണത്തിൽ മാത്രമായിട്ട് ഏതാണ്ട് 100ഓളം ജൂതപ്പള്ളികൾ ഇപ്പോഴും നിലവിലുണ്ട്. ഈ ഇസ്രായേലുമായിട്ട് ഇറാൻ യുദ്ധം ചെയ്യുമ്പോഴും ഇറാനിലെ ഒരു പള്ളിൻ്റെ ഒരു കക്കൂസ് പോലും പൊളിക്കാൻ ഇറാനിയൻ പട്ടാളം തയ്യാറായിട്ടില്ല. ഒരൊറ്റൊരു ജൂതനെ പോലും ഇറാനിൽ വെച്ച് കൊന്നിട്ടില്ല. ഒരൊറ്റൊരു ജൂതന്റെ കച്ചവടം പോലും പൂട്ടപ്പെട്ടിട്ടില്ല. അവർ സുഖസുഭിക്ഷമായി ജീവിക്കുകയാണ്. അന്ന് പൂർണ്ണമായിട്ടും താരിഖ് ബിൻ സിയാദിന്റെ നേതൃത്വത്തിൽ ഇസ്ലാമിലേക്ക് പൂർണ്ണമായ രീതിയിൽ ഇസ്ലാമിലേക്ക് ഇറ്റലി വന്നപ്പോൾ, പടിഞ്ഞാറ് വന്നപ്പോൾ ഏറ്റവും സുരക്ഷിതമായി അവർക്ക് താമസിക്കാൻ ഇടം കിട്ടിയത് അന്ന് അവിടെയായിരുന്നു. താരിഖ് ബിൻ സിയാദിന് ശേഷം വന്ന ചരിത്രം അതാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. എവിടെയെല്ലാം ഇവർ കടന്നു ചെന്നിട്ടുണ്ട് അവരെല്ലാം ജൂതന്മാർക്ക് സുരക്ഷിത താവളം കൊടുക്കുകയായിരുന്നു ഷിയാക്കൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നും ജൂതന്മാർക്കാണ് സുരക്ഷിത താവളം. വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊള്ളുക, ലോകത്തിൻ്റെ ചരിത്രത്തിൻ്റെ പോക്കെങ്ങോട്ടാണ്. 1979 ഖുമൈനി ഷീഈ വിഭാഗത്തിന് വേണ്ടി ഒരു മതരാഷ്ട്രമുണ്ടാക്കി ഇറാൻ. ഈ രീതിയിൽ ദില്ലി മുതൽ കേരളം വരെ ഷീഈയത്തിൻ്റെ പിടുത്തത്തിൽ അഹ്ലുസുന്നയെ കൊന്നൊടുക്കി ഇവിടെ ഷിയാക്കളെ ഉണ്ടാക്കിയെടുത്ത് ഇറാൻ പോലെയുള്ള ഒരു രാജ്യമാക്കി ഇന്ത്യയെ മാറ്റുക എന്നതാണ് ഷീഈ വിഭാഗത്തിൻ്റെ താല്പര്യവും ലക്ഷ്യവും. ദില്ലി മുതൽ കേരളം വരെ അതിനുവേണ്ടിയുള്ള വല വീശിക്കഴിഞ്ഞിട്ടുണ്ട്. ലബനാനിലെ ഹിസ്ബുള്ള മുതൽ യമനിലെ ഹൂത്തികൾ വരെ ഷീഈ വിഭാഗത്തിൻ്റെ ഭീകരപ്രവർത്തകന്മാരായ വിപ്ലവകാരികൾ അതിനുവേണ്ടി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഷീഈ വിഭാഗത്തിന് കേന്ദ്രത്തിലെ ഫാസിസ്റ്റ് ഭരണകൂടവുമായിട്ട് വലിയ ബന്ധവും സൂഫി വിഭാഗത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ഒരു മുസ്ലിം പ്രസ്ഥാനം ഉണ്ടാക്കിയെടുക്കുന്നതിന് ഈ 10 കൊല്ലത്തോളം രാജ്യം ഭരിച്ച ഫാസിസ്റ്റ് ഭരണകൂടം തയ്യാറാവുകയും ചെയ്തത് ഷീഈ രാജ്യം ഇന്ത്യയുടെ ഉപരാജ്യമാക്കി, ഇന്ത്യയിലെ മതരാജ്യമാക്കി, ഇന്ത്യയിലെ ഒരു വിഭാഗത്തിൻ്റെ മതസംവിധാനമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ്. അഹ്ലുസുന്ന ഉറങ്ങിക്കൂടാ, അഹ്ലുസുന്ന ഉണർന്നിരിക്കണം. ഇതിൻ്റെ എല്ലാം പരിണിത ഫലം എന്താണ്? ഒറിജിനൽ ഇമാം മഹ്ദി റഹിമഹുല്ല വരുമ്പോഴേക്കും ഇതൊക്കെ പൂർണ്ണമാവും, അതിൻ്റെ പൂർണ്ണതയിലെത്തും. നിരാശപ്പെടേണ്ട. ഇമാം മഹ്ദി റഹിമഹുല്ലാന്റെ വരവോടുകൂടി ഡമസ്കസ് കേന്ദ്രമാക്കിക്കൊണ്ട്, അത് ഇന്നത്തെ സിറിയ അതിലേക്ക് വഴിവീശിക്കൂടാ എന്നില്ല. ആ സിറിയയും ഒപ്പം ലോകത്തുള്ള മറ്റ് അഹ്ലുസുന്നകൾ താമസിക്കുന്ന രാജ്യങ്ങളും ഒത്തൊരുമിച്ചുകൂടി ഇമാം മഹ്ദി റഹിമഹുല്ലാന്റെ വരവോടുകൂടി ഇന്ന് കാണുന്ന ഈ 2 ജൂതന്മാർക്കും എതിരിൽ വളരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്ന, അതോടുകൂടി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വരവ് യാഥാർത്ഥ്യമാകുകയും ജൂതൻ എന്ന് പറയുന്ന ഒരാൾ പോലും ലോകത്തില്ലാത്ത രീതിയിൽ ഈ ലോകത്തെ ശുദ്ധീകരിച്ചെടുക്കുകയും അങ്ങനെ സമ്പൽ സമൃദ്ധമായൊരു തൗഹീദിന്റെയും ഹിദായത്തിന്റെയും പൂങ്കാവനമായി ഭൂമി മാറുകയും ചെയ്യും. എന്നിട്ടേ ഖിയാമത്ത് നാളിലേക്ക് കാര്യങ്ങൾ പോവുകയുള്ളൂ. ഇതല്ലേ നമ്മളോട് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്? ഇതാണ് നമ്മളോട് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 ജൂതന്മാരുടെയും ഇസ്ലാമിനെ കൊല്ലാനുള്ള ശ്രമങ്ങളെ നാം കരുതിയിരിക്കണം. അത് നാം എന്നും ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കണം. സാധാരണക്കാരുടെ ഇടയിൽ ആ ചർച്ച വന്നുകൊണ്ടേയിരിക്കണം. അതെ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കള്ളനാക്കുകയും മറിയം റളിയല്ലാഹു തആല അൻഹായെ തേവിടിച്ചിയാക്കുകയും ചെയ്യുന്ന ഇസ്രായേലി ജൂതൻ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കള്ളനാക്കുകയും ആയിഷത്തു സിദ്ദീഖയെ തേവിടിച്ചിയാക്കുന്ന ഇറാനിയൻ ജൂതൻ, ഈ 2 ജൂതനും ദീനുൽ ഇസ്ലാമിനെ കൊല്ലാനായി സംവിധാനിക്കപ്പെട്ടവയാണെന്ന് നാം മനസ്സിലാക്കണം. ഈ കാര്യങ്ങളൊന്നും ആരും ചർച്ച ചെയ്യാതെ
ലോകത്ത് നടക്കുന്ന ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ രാഷ്ട്രീയ തന്ത്രജ്ഞന്മാരുണ്ടാക്കി തീർക്കുന്ന തോന്നിയവാസങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ദീനുൽ ഇസ്ലാമിനെ ദുരുപയോഗപ്പെടുത്തുന്ന ഒരു രീതിയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അഹ്ലുസുന്ന അതിൽ പെട്ടുകൂടാ. അഹ്ലുസുന്ന തിരിച്ചറിയണം കാര്യങ്ങൾ. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞതെന്നറിയുമോ? ആഖിറവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമേ അല്ലാഹു തആല ദീനുൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി തന്നിട്ടുള്ളൂ. ദുനിയാവിൻ്റെ ആവശ്യങ്ങളുടെ കാര്യത്തിൽ അല്ലാഹു തആല വിഭാഗീയത ഉണ്ടാക്കിയിട്ടില്ല, മതവർഗീയത ഉണ്ടാക്കിയിട്ടില്ല, മതങ്ങളെ നോക്കിയിട്ട് ദുനിയാവ് സപ്ലൈ ചെയ്യുക എന്നുള്ള രീതി ഉണ്ടാക്കിയിട്ടില്ല. മതമില്ലാത്തവനിക്ക് കൂടുതൽ കൊടുക്കുകയും മതമുള്ളവർക്ക് റേഷനാക്കി കൊടുക്കുകയും ചെയ്യുന്ന സുന്നത്താണ് അള്ളാഹുവിൻ്റേത്. അല്ലാഹു തആല അഷ്റഫുൽ ഖൽഖിനോട് പറഞ്ഞു, മുഹമ്മദ് നബി, നിങ്ങളെ കണ്ണ് ലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി. ഓ പ്രവാചകരെ, നിങ്ങളെ കണ്ണ് ഞാൻ ദുനിയാവിൻ്റെ വിഭവങ്ങൾ നൽകി ഒരുപാട് സുഖിപ്പിക്കുന്ന ആൾക്കാർക്കുടെ കയ്യിലുള്ള വസ്തുക്കളിലേക്ക് നിങ്ങളെ കണ്ണ് നീണ്ടുപോകാൻ പാടില്ല. നിങ്ങൾ അങ്ങോട്ട് നോക്കാൻ പാടില്ല. ദുനിയാവിൻ്റെ രാഷ്ട്രീയാധികാരം ആരുടെ കയ്യിലുണ്ട്? ദുനിയാവിൻ്റെ സമ്പത്ത്, സ്വർണവും വെള്ളിയും ആരാണ് കൈകാര്യം ചെയ്യുന്നത്? അതിലേക്കൊന്നും നിങ്ങളെ കണ്ണ് നീണ്ടുപോകാൻ പാടില്ല. തീർച്ചയായിട്ടും നാം അവർക്കിത് കൊടുത്തിരിക്കുന്നത് ഷീഈ മതക്കാർ മുതൽ ദ്രാവിഡ മതക്കാർ വരെയുള്ള മതക്കാരെ, മതപുരോഹിതന്മാരുടെയും ഭരണാധികാരികളുടെയും കയ്യിൽ ഈ വസ്തുക്കളെ നാം നൽകിയിരിക്കുന്നത് ഇലാമാ മത്തഇനാ ബിഹി ലാ തമുദ്ദന്ന ഐനൈക ഇലാമാ മത്തഇനാ. അത് വേറൊരായത്ത്. അതൊക്കെ അവരെ പരീക്ഷിക്കാനും അവരെ കൃത്യമായിട്ട് പരിശോധിക്കാനും വേണ്ടിയാണ് നാം അത് നൽകിയത്. അതിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു പോകരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ നമുക്ക് പഠിപ്പിച്ചെന്ന വിഷയം അതാണ്. മുഹമ്മദിന്റെ കുടുംബം, ആലു മുഹമ്മദ്, അഷ്റഫുൽ ഖൽക്കിന്റെ കുടുംബം 2 ദിവസം റൊട്ടി കഴിച്ചിട്ടുണ്ടെങ്കിൽ 3-ാമത്തെ ദിവസം പട്ടിണിയായിരിക്കും. 3 ദിവസം റൊട്ടി കഴിച്ചിട്ടുണ്ടെങ്കിൽ 4-ാമത്തെ ദിവസം പച്ചവെള്ളവും കാരക്കയും കുടിക്കുന്ന അവസ്ഥയായിരിക്കും. ഇതാണ് പ്രവാചക കുടുംബത്തിന്റെ ജീവിത രീതി വഫാത്താകുന്നത് വരെയും എന്ന് ആയിഷത്തു സിദ്ദീഖ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. എങ്കിൽ അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ നിയോഗിച്ചത് ആഖിറം പഠിപ്പിക്കാനാണ്, പരലോകം പഠിപ്പിക്കാനാണ്. അല്ലാഹു ചോദിച്ചു പരിശുദ്ധ ഖുർആനിൽ, അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ. മനുഷ്യരെ വെറുതെ വിട്ടേക്കുമെന്ന് അവർക്ക് തോന്നിപ്പോയോ? അങ്ങ് ഉപേക്ഷിച്ചേക്കുമെന്ന് തോന്നിപ്പോയോ? മരിക്കലോടുകൂടി എല്ലാം തീർന്നു എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയോ? മരിച്ച നിങ്ങളെ മെയ്യം കബറടക്കി ആ മാംസപേശികൾ പുഴുക്കൾ തിന്ന് തീർത്ത് അസ്ഥികൂടങ്ങളെല്ലാം ദ്രവിച്ച് ഇല്ലാതായിപ്പോയി, ഇനിയൊന്നും നടക്കുകയില്ല എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയോ? അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ. എന്നിട്ട് അല്ലാഹു തആല ഇന്നലകളെ ഓർമ്മിപ്പിക്കുകയാണ്. അലം യകുൻ നുത്ഫത്തൻ മിൻ മനിയ്യിൻ യുംനാ. തെറിക്കുന്ന ഒരു തുള്ളി ശുക്ലത്തിൽ നിന്നല്ലേ നിന്റെ ഉത്ഭവം ആയിരുന്നില്ലേ? അല്ലാഹു ചോദിക്കുന്നു. തെറിക്കുന്ന ഒരു തുള്ളി ശുക്ലത്തിൽ നിന്നല്ലേ നിന്റെ ഉത്ഭവം? അലം യകുൻ നുത്ഫത്തൻ മിൻ മനിയ്യിൻ യുംനാ സുമ്മ കാന അലഖത്തൻ. അത് കഴിഞ്ഞിട്ട് ഗർഭാശയത്തിൽ ഒരു മാംസപിണ്ഡമായ ഒരു രക്തപിണ്ഡമായിരുന്നില്ലേ നീ? വെറും ഭ്രൂണമായിരുന്നില്ലേ നീ? ഫഖലഖ ഫസവ്വ. അവിടെ വെച്ചല്ലേ നിനക്കൊരു രൂപം നൽകിയതും നിന്റെ ശരീര നിർമ്മാണത്തിന് ഒരു സന്തുലിതത്വം ഏർപ്പെടുത്തിയതും അവിടെ വെച്ചല്ലേ, ഗർഭാശയത്തിൽ വെച്ചല്ലേ. ഫഖലഖ ഫസവ്വ. ഖലഖ രൂപം നൽകുക, ഫസവ്വ ആ രൂപത്തിന് സന്തുലിതത്വം ഏർപ്പെടുത്തുക. ആവശ്യമുള്ള അവയവങ്ങളെല്ലാം ഗർഭാശയത്തിൽ വെച്ച് നാം ആയിരുന്നില്ലേ ഫിറ്റ് ചെയ്തത്, നിർമ്മിച്ചത്? ഓരോന്നിനും അതിൻ്റെതായ ജോലിക്ക് ആവശ്യമായ ഏർപ്പാടുകൾ ഉണ്ടാക്കിയത് നാമല്ലേ? അലം യകു ഖലഖ ഫസവ്വ എന്ന വാക്കിന്റെ വിശദീകരണം അതാണ്. നിർമ്മിക്കുകയും ആ നിർമ്മാണത്തിൽ സന്തുലിതത്വം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടില്ലേ? ഫഖലഖ ഫസവ്വ ഫജഅല മിൻഹു സൗജൈനി الذكر والانثى. അങ്ങനെ ഗർഭാശയത്തിൽ വെച്ച് ആണാണോ പെണ്ണാണോ എന്ന തീരുമാനവും നടന്നില്ലേ? അല്ലാഹു തആല ചോദിക്കുകയാണ്. അതും നടന്നില്ലേ ഗർഭാശയത്തിൽ വെച്ച്? എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നു, അലൈസ ദാലിക. ഈ മേൽപ്പറയപ്പെട്ട കാര്യങ്ങൾ നിനക്ക് മനസ്സിലാക്കി തരുന്ന വിഷയം എന്താണ്? ബിഖാദിരിൻ, അല്ലാഹു കഴിവുള്ളവരാണ് എന്നല്ലേ നിനക്ക് മനസ്സിലാക്കി തരുന്നത്? അലാ അൻ യുഹിയൽ മൗത, നീ മരിച്ചു കഴിഞ്ഞാൽ ഒരു തവണ കൂടി നിന്നെ ജീവിപ്പിക്കുമെന്നതിന് ഇതിനേക്കാൾ വലിയ തെളിവ് വേറെ എന്ത് വേണം എന്ന് അല്ലാഹു തആല ചോദിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തിന് ശേഷമുള്ള സുദീർഘമായ കാലാകാലമുള്ള സ്ഥിര ജീവിതത്തിന് ആവശ്യമായ സംവിധാനമാണ് ദുനിയാവിൽ.
അത് തുടക്കത്തിൽ തന്നെ അല്ലാഹു തആല പറഞ്ഞില്ലേ, ഫീഹാ തഹ്യൗൻ, ഈ ഭൂമിയിലാണ് നിങ്ങൾ ജീവിക്കേണ്ടത്, വഫീഹാ തമൂത്തൂൻ, ഈ ഭൂമിയിലാണ് നിങ്ങൾ മരിക്കേണ്ടത്, വമിൻഹാ തുഖ്റജൂൻ, മരിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നിന്ന് നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും, ആ സമയത്താണ് നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകുക. അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ അവൻ ആഖിറത്തിന് വേണ്ടി ജീവിക്കേണ്ടവനാണ്. ആഖിറത്തിൽ വിശ്വസിക്കാത്തവനെ സംബന്ധിച്ചോളം ഇസ്ലാം പ്രസക്തമല്ല. ദീനുൽ ഇസ്ലാം ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ആഖിറമില്ലാത്തൊരു ജീവിതവുമായിട്ട് ദീനുൽ ഇസ്ലാം ഒരിക്കലും പരിചയപ്പെടുത്തി തരുന്നില്ല. ഭൂമിയിലുള്ള ജീവിതം മനുഷ്യർക്ക് പരിചയപ്പെടുത്തി കൊടുത്തതാണ് അല്ലാഹു തആല. ഇസ്ലാമിക ജീവിതം ആഖിറത്തിന് വേണ്ടിയുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തതാണ്. ഇസ്ലാമിക ജീവിതം ആഖിറത്തിന് വേണ്ടി മെനക്കെടുന്നവർക്കുള്ളതാണ്. അല്ലാത്തവർ ഇതിനെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി, സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടി, സംഘടനാ ആവശ്യങ്ങൾക്ക് വേണ്ടി, ഇത്തരം സംവിധാനങ്ങൾക്ക് വേണ്ടി ദീനുൽ ഇസ്ലാമിനെ ദുരുപയോഗപ്പെടുത്തുകയാണ് മുസ്ലിമീങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വെച്ചിട്ടാണ് ഇസ്ലാമിൻ്റെ മുസ്ലിമീങ്ങളല്ലാത്തവർ ഇസ്ലാമിനെ വല്ലാതെ അങ്ങ് ക്രൂശിക്കുകയും ചെയ്യുന്നത്. മറ്റ് മതക്കാർ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് ആക്ഷേപിച്ച് കുറ്റം പറയുന്നതിലൊന്നും നമ്മൾ വല്ല മുഖവിലക്കെടുക്കേണ്ടതില്ല. അത് പാരമ്പര്യ രീതിയാണ്. മുസ്ലിമീങ്ങൾ ഇസ്ലാമിനെ ഏത് രീതിയിൽ കാണുന്നു എന്നതിനെ സംബന്ധിച്ചാണ് നാം ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മനുഷ്യർക്ക്, ഇമ്മാ യഅ്തിയന്നകും മിന്നി ഹുദാ. ഭൂമിയിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ തിന്നാനും കുടിക്കാനുമുള്ള ഏർപ്പാടുകൾക്ക് വേണ്ടിയിട്ടൊന്നും നിങ്ങൾ ഇസ്ലാമിനെ ഉപയോഗപ്പെടുത്തേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾക്ക് ഞാൻ ഭൂമിയിൽ ഏർപ്പാടാക്കി തന്നിട്ടുണ്ട്. ലക്കും ഫിൽ അർദി മുസ്തഖറും വ മതാഉൻ ഇലാഹീൻ. ഒരു നിശ്ചകാലം വരെ തിന്നാനും കുടിക്കാനുള്ള സൗകര്യങ്ങളും താമസിക്കാനുള്ള സൗകര്യങ്ങളും മനുഷ്യർക്ക് വേണ്ടി നാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം മനുഷ്യർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ക് നിശ്ചയിച്ചു വെച്ചതാണ്. അത് ഖദറൻ മഖ്ദൂറ, അത് നിശ്ചയിക്കപ്പെട്ട കാര്യമാണ്. അതിനെ സംബന്ധിച്ച് ആർക്കും ആകുലത വേണ്ട. ഒരു മതക്കാരനായിപ്പോയി, ഒരു ഹിന്ദു മതക്കാരനായിപ്പോയി എന്നതുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് ആനുകൂല്യം കിട്ടാതിരിക്കുകയില്ല. ഒരു ക്രിസ്ത്യാനിയായിപ്പോയി അതുകൊണ്ടും അള്ളാഹുവിൽ നിന്ന് ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട ആനുകൂല്യം കിട്ടാതിരിക്കുകയില്ല. നിരീശ്വരവാദിയായിപ്പോയി എന്നാലും കിട്ടാതിരിക്കുകയില്ല. വളരെ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉതുബത്തിൻ്റെയും ശൈബത്തിൻ്റെയും സാമ്പത്തിക രീതിയെ സംബന്ധിച്ച് ആകുലപ്പെട്ടപ്പോൾ അല്ലാഹു തആല അത് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. നാമാണ് മുഹമ്മദ് നബി അതൊക്കെ ചെയ്തിരിക്കുന്നത്. അവനിക്ക് ആവശ്യത്തിന് മക്കളെ കൊടുത്തത് നാമാണ്. മക്ക മുതൽ തായിഫ് വരെ നീണ്ടു കിടക്കുന്ന തോട്ടങ്ങളും വലിയ വലിയ സംവിധാനങ്ങളും ഉണ്ടാക്കി കൊടുത്തത് നാമാണ്. അതുകൊണ്ടൊന്നും നിങ്ങൾ ആശ്ചര്യപ്പെടണ്ട, അതുകൊണ്ടൊന്നും നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. അത് കണ്ടിട്ടൊന്നും അതുകൊണ്ടൊന്നും എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവസാനം അതിൻ്റെ പര്യവസാനം അങ്ങനെ തന്നെയായിരുന്നു. ഖാറൂനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ച് പറഞ്ഞു തന്നു. ഖാറൂൻ ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഉമ്മത്തിലെ ഒരു പുരോഹിതനായിരുന്നു ഖാറൂൻ. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ദഅവത്തിന് വേണ്ടി രൂപീകരിച്ചൊരു സംഘത്തിൻ്റെ അമീറായിരുന്നു ഖാറൂൻ. ഖാറൂൻ മുസ്ലിമായിരുന്നു, മൂമിനായിരുന്നു. ഒരു 24 മണിക്കൂറും മൂസ നബിയോടൊപ്പം പള്ളിയിൽ കഴിച്ചുകൂട്ടിയ ഭക്തനായിരുന്നു ഖാറൂൻ. ആ രീതിയിൽ ജീവിച്ച ഒരാളായിരുന്നു ഖാറൂൻ. ആ ഖാറൂനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സൂറത്തുൽ ഖസസിൽ വിശദീകരിച്ച് തരുന്നുണ്ട്. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ. തീർച്ചയായും ഖാറൂൻ മൂസ നബിൻ്റെ ഖൗമിൽപ്പെട്ടവനായിരുന്നു. പക്ഷെ എന്ത് പറ്റിയവനിക്ക്? ഫബഗാ അലൈഹിം. ആ കൂട്ടത്തിൽ അവൻ പിഴച്ചുപോയി, അവൻ വഴിമാറിപ്പോയി. എന്തായിരുന്നു വഴിമാറാൻ കാരണമുണ്ടാക്കി തീർത്തത്? ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വസ്തുക്കൾക്ക് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി ഖാറൂൻ തയ്യാറായി എന്നതാണ് സംഭവിച്ചത്. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഖാറൂനാകുന്ന അമീർ പറഞ്ഞു, ഖാറൂനാകുന്ന പുരോഹിതൻ പറഞ്ഞു, തങ്ങളെ എനിക്ക് വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോടൊന്ന് ദുആ ചെയ്യൻ. ഞാൻ അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമായിട്ട് കഴിഞ്ഞുകൂടുകയാണ്. കുടുംബത്തിനാണെങ്കിൽ താമസിക്കാൻ ഒരു വീടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ദീനീ പ്രവർത്തനത്തിന് കൂടുതൽ സൗകര്യങ്ങൾ കിട്ടുന്നില്ല. മനസ്സെപ്പം ബേജാറിലാണ്. ഈ അവസ്ഥയൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി ഒന്ന് ദുആ ചെയ്തങ്ങളെ എന്ന് മൂസ നബിയോട് ഖാറൂൻ പറഞ്ഞ സന്ദർഭം. ആ സന്ദർഭത്തിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഖാറൂനെ നിരുത്സാഹപ്പെടുത്തിയ രംഗം. വേണ്ട ഖാറൂൻ, ദുനിയാവിൻ്റെ വസ്തുക്കൾ ഒരിക്കലും ദീനിൻ്റെ പുരോഗതിക്ക് വേണ്ടിയുള്ളതല്ല. ദീനിൻ്റെ പുരോഗതി ഒരിക്കലും ദുനിയാവിൻ്റെ വസ്തുക്കളെ കൊണ്ട് നടക്കുകയില്ല ഖാറൂൻ. അതുകൊണ്ട് അത്തരം ആവശ്യങ്ങൾ നീ ദീനിൻ്റെ പ്രവർത്തനവുമായി ബന്ധിപ്പിച്ച് ചോദിക്കണ്ട. അത് നിനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി തീർക്കും, അപകടമുണ്ടാക്കി തീർക്കും. ഖാറൂൻ നിർബന്ധിക്കാൻ തുടങ്ങി, തങ്ങളെ ഒരിക്കലും ഇല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ സംഭവിക്കുകയില്ല, ഞാൻ ഒരിക്കലും മോശക്കാരനായി പോവുകയില്ല, ഞാൻ അങ്ങനെ ഇന്ന് കാണുന്ന ഈ ദീനീ പ്രവർത്തനമൊന്നും, ഇന്ന് കാണുന്ന നിങ്ങളുടെ ദഅവത്തിന് സഹായിക്കുന്ന ഈ അവസ്ഥകളൊന്നും മാറിപ്പോകുന്ന പ്രശ്നമില്ല, ഞാനത് ശ്രദ്ധിക്കും, തീർച്ചയായിട്ടും ശ്രദ്ധിക്കും.
ഖാറൂന്റെ നിർബന്ധത്തിന് വഴങ്ങി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഖാറൂന്റെ ദുന്യവിയായ വസ്തുക്കൾ വർദ്ധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ദുആ ചെയ്തു. അതെ, ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങൾക്കൊരു പാഠമാകാൻ ആ വ്യക്തിയെ അല്ലാഹു തആല ദൃഷ്ടാന്തമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ സ്വീകരിക്കൽ മാത്രമല്ല, ഖാറൂന് കുറെ വസ്തുക്കൾ ഉണ്ടാക്കി കൊടുക്കൽ മാത്രമല്ല അതിന്റെ പിറകിലുണ്ടായത്. ഖിയാമത്ത് നാൾ വരെ മുഹമ്മദി ഉമ്മത്ത് സാമ്പത്തിക വർധനവ് ദീനിന്റെ പുരോഗതിക്ക് ഉപയോഗപ്പെടുത്തിയേക്കാമെന്ന് തെറ്റിദ്ധരിക്കുന്ന ചില മൂളന്മാരെ ഉപദേശിക്കാൻ അള്ളാഹു ഉപയോഗിച്ചതായിരുന്നു അയാളെ. അങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ അയാളെ പറ്റിയുള്ള ചർച്ച വളരെ കൃത്യമായി പറഞ്ഞു തന്നത്. എന്താ സംഭവിച്ചത്? അയാള് തുരിസീനായിൽ ചെന്ന് സ്വർണത്തിന്റെ അയിരുകൾ മണ്ണിൽ നിന്ന് കുഴിച്ചെടുത്ത് ഒരു തരം ചെടിയുടെ നീര്, തുരിസീന മലയിലെ ഒരു തരം ചെടിയുടെ നീര്, അന്ന് അതിന്റെ ടെക്നോളജി അങ്ങനെയായിരുന്നു. നീര് പിഴിഞ്ഞ് ഈ മണ്ണ് ആ നീരിൽ പിഴിഞ്ഞ് കുഴച്ച് മണ്ണിനെ വേർതിരിച്ച് സ്വർണത്തിന്റെ അയിരുകളെ വേർതിരിച്ച് സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ജോലിയാണ് അയാളെ ഏറ്റെടുത്തത്. അങ്ങനെ അയാളെ ആ ജോലി തുടങ്ങി. അയാൾക്ക് സമ്പത്ത് വർദ്ധിക്കാൻ തുടങ്ങി, സ്വർണത്തിന്റെ കൂമ്പാരങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അയാളെ ജോലി അല്ലാഹു തആല അഭിവൃദ്ധി കൊടുത്തു. ദുനിയാവിൽ ഒരുപാട് നിഅമത്തുകളെ കൊടുത്തു. നിഅമത്ത് വേറെ ബറക്കത്ത് വേറെ എന്ന് നാം പലപ്പോഴും പറഞ്ഞു തരാറുണ്ട്. നിഅമത്ത് വേറെ, നിഅമത്ത് ആമായ രീതിയിൽ അള്ളാഹു മഖ്ലൂക്കിന് നൽകുന്നതാണ്, മനുഷ്യർക്ക് നൽകുന്നതാണ്. ബറക്കത്ത് മൂമിനീങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. കുഫ്രിന്റെ അഹ്ലുകാർക്ക് ബറക്കത്തില്ല, ശിർക്കിന്റെ അഹ്ലുകാർക്ക് ബറക്കത്തില്ല, ഈമാന്റെ അഹ്ലുകാർക്കുള്ളതാണ് ബറക്കത്ത്. അതുകൊണ്ട് നിഅമത്തിന് വേണ്ടിയല്ല നാം ചോദിക്കേണ്ടത്, അള്ളാഹ് ചെയ്തു തന്ന നിഅമത്ത് സ്ഥിരപ്പെടുത്തി തരാനാണ് നാം ചോദിക്കേണ്ടത്. മറിച്ച് നാം ചോദിക്കേണ്ടത് ബറക്കത്തിന് വേണ്ടിയിട്ടാണ്. അള്ളാഹുവിനോട് നാം ചോദിക്കേണ്ടത് ബറക്കത്തിന് വേണ്ടിയിട്ടാണ്. അല്ലദീന ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർള്. അല്ലാഹു തആല ഈമാനും അഅമാലും ഉള്ളവർക്കാണ് ബറക്കത്തുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നാം ആകാശത്തിലെയും ഭൂമിയിലെയും ബറക്കത്തിന്റെ കവാടങ്ങൾ നാം മുഅ്മിനീങ്ങൾക്ക് തുറന്നു കൊടുക്കും. അല്ലദീന ആമനു മുഅ്മിനീങ്ങൾ വഅമിലുസ് സാലിഹാത്ത് സാലിഹായ അമലുകൾ ചെയ്യുന്നവർ, അഥവാ രണ്ട് ഷഹാദത്തനുസരിച്ച് ജീവിക്കുന്നവർ. അല്ലദീന ആമനു ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദത്ത് കൊടുത്തവർ, വഅമിലുസ് സാലിഹാത്തി മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് ഷഹാദത്ത് കൊടുത്തവർ. ഈ രണ്ട് ഷഹാദത്തനുസരിച്ച് ജീവിക്കുന്നവർക്ക് നാം എന്ത് ചെയ്യും? ലഫതഹ്നാ അലൈഹിം, അവരുടെ മേൽ നാം തുറന്നു കൊടുക്കും. ബറകാത്തിൻ മിനസ് സമാ, ആകാശത്തിൽ നിന്നുള്ള ബറക്കത്തുകൾ തുറന്നു കൊടുക്കും. വൽ അർള്, ഭൂമിയിലുള്ള ബറക്കത്തുകൾ തുറന്നു കൊടുക്കും. എന്താണ് ബറക്കത്ത്? ഖൈറുൻ കസീർ എന്നാണ് മുഫസ്സിരിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തിരിയാത്ത രീതിയിലുള്ള ഖൈറുകൾ വന്നു ചേരും. നമ്മളൊരിക്കലും അതിന് അർഹരായിരിക്കൂല. പക്ഷെ അല്ലാഹു തആല ബറക്കത്ത് ഇങ്ങനെ വന്നു ചേർക്കും. എന്നാ ദുനിയാവ് എന്തോ ഉണ്ടോ? കാര്യമായ ബിസിനസ് എന്തോ ഉണ്ടോ? കാര്യമായ തോട്ടമോ പാട്ടമോ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ഒരു മിനിമം ജോലി, പക്ഷെ അയാളെ കാര്യങ്ങൾ ഭംഗിയായി നടക്കുന്നു, രാജാവിനെ പോലെ അയാൾ ജീവിക്കുന്നു. പെട്ടെന്ന് എന്തെങ്കിലും എടുക്കാൻ പറഞ്ഞാൽ ഒന്നും അയാളുടെ അടുത്ത് ഉണ്ടാവില്ല. ഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർള്. അതേസമയത്ത് മറുഭാഗത്തെ പറ്റി അല്ലാഹു തആല പറഞ്ഞു, ദുനിയാവിന്റെ ആൾക്കാർ, അവിടെ തോട്ടം, ഇവിടെ പോട്ടം, അവിടെ ആൾക്കാർ, അവിടെ ബഹളം, ഇവിടെ ബഹളം. ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി, ഫലമ്മാ നസൂ, അവർ മറന്നു കളഞ്ഞപ്പോൾ, മാ ദുക്കിറൂ ബിഹി, അവരോട് നാം ഉപദേശിച്ച ഉപദേശങ്ങളൊക്കെ അവർ കൈവിട്ടു, അവർ മറന്നു. ധിക്കാരികളായി, തോന്നിയവാസികളായി, ശിർക്കിന്റെ അഹിലുകാരായി, കുഫ്രിന്റെ അഹിലുകാരായി, ദുനിയാവിന്റെ അഹിലുകാരായി അവർ ജീവിക്കാൻ തുടങ്ങി. ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി ഫതഹ്നാ അലൈഹിം, അവർക്ക് നാം തുറന്നു കൊടുക്കും. എന്താ തുറന്നു കൊടുക്കുക? ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈ. ശരിക്ക് ഖുർആന്റെ ഭാഷ മനസ്സിലാക്കണം. മുഅ്മിനീങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ ഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർള്, മുഅ്മിനീങ്ങൾക്ക് ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും ബറക്കത്തുകളെ കവാടം. 1000 റുപ്യ അവന്റെ ആകെ ശമ്പളം 10,000 റുപ്യാണ്. 10 ലക്ഷം റുപ്യ ശമ്പളം കിട്ടുന്നവന്റെ ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആകെ ശമ്പളം 10,000 റുപ്യയാണ്. 10 ലക്ഷം റുപ്യ ശമ്പളം കിട്ടുന്നവന്റെ കാറാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ടത് പറഞ്ഞു തന്നു. ആവശ്യങ്ങൾ ഖൈറുൻ കസീർ. ബർക്കത്തിന്റെ തഫ്സീർ എങ്ങനെയാണ്? ഖൈറുൻ കസീർ, വളരെ കുറച്ച് വരുമാനമേ ഉള്ളൂ. പക്ഷെ അള്ളാഹു ബർക്കത്തിറക്കിയപ്പോൾ ഖൈറുകൾ പൂർണ്ണമായി അവനിക്ക്, ഖൈറുകൾ വർദ്ധിച്ചു അവനിക്ക്. മറുഭാഗത്ത് പറഞ്ഞു അല്ലാഹു തആല ധിക്കാരികളെ സംബന്ധിച്ച്, ചോദ്യവാസികളെ സംബന്ധിച്ച്, ജാറങ്ങളും കൂടാരങ്ങളും കൂടോത്തരങ്ങളുമായിട്ട് കഴിഞ്ഞുകൂടുന്ന കോടീശ്വരന്മാരെ പറ്റി അല്ലാഹു തആല പറഞ്ഞു, ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി, അവർക്ക് നാം ഉപദേശിച്ചു കൊടുത്ത ഉപദേശങ്ങളെ അവരെ മറന്നു കളഞ്ഞപ്പോൾ, ഫലമ്മാ നസൂ, അവര് മറന്നു കളഞ്ഞപ്പോൾ, മാ ദുക്കിറൂ ബിഹി, അവരോട് നാം ഉപദേശിച്ച, അവർക്ക് ഓർമ്മപ്പെടുത്തി കൊടുത്ത കാര്യങ്ങൾ, ആഖിറത്തിന്റെ കാര്യങ്ങൾ, മഹ്ശറയുടെ കാര്യങ്ങൾ, വിചാരണയുടെ കാര്യങ്ങൾ,
അതൊക്കെ അവർ മറന്നു കളഞ്ഞപ്പോൾ നാം എന്താ അവർക്ക് ചെയ്തു കൊടുത്തെന്നറിയുമോ? അവരെ കച്ചവടം നഷ്ടപ്പെടുത്തുകയല്ല ചെയ്തത്, അവരെ ആവശ്യം മുടക്കിക്കളയല്ല ചെയ്തത്, അവരെ ഭക്ഷണം മുടക്കിക്കളയല്ല ചെയ്തത്. മറിച്ച് അല്ലാഹു തആല പറഞ്ഞു, ഫതഹിന അലൈഹിം, അവർക്ക് നാം തുറന്നു കൊടുത്തു അബ്വാബ കുല്ലി ശൈ, തൊട്ടതെല്ലാം പൊന്ന്, തൊട്ടതെല്ലാം പൊന്ന്. ഫതഹിന അലൈഹിം, അവർക്ക് നാം തുറന്നു കൊടുത്തു അബ്വാബ കുല്ലി ശൈ, മുഴുവൻ വസ്തുക്കളുടെയും കവാടങ്ങൾ. ഇവിടെ കുല്ലി ശൈക്ക് അർത്ഥം വെക്ക്. എന്താണ് ഉലമാക്കൾ ആ കുല്ലി ശൈക്ക് അർത്ഥം വെക്കാത്തത്? എന്താണ് അവർ ഗൗരവമായി ചിന്തിക്കാത്തത്? ഭൗതികമായ നേട്ടങ്ങളാണ് മുസ്ലിമീങ്ങളുടെ വിജയത്തിന്റെ നിദാനം എന്ന് വിശ്വസിക്കുന്ന ആധുനിക പണ്ഡിതന്മാർക്ക് എന്ത് സംഭവിച്ചു പോയി? സംഘടനകൾക്ക് എന്ത് സംഭവിച്ചു പോയി? ആധുനികമായ സംവിധാനം ഇല്ലാത്തതാണ് മുസ്ലിമീങ്ങളുടെ പരാജയത്തിന്റെ കാരണമെന്ന് ചിന്തിക്കാൻ മാത്രം. മുസ്ലിമീങ്ങൾ ഒറ്റപ്പെടുകയും നിന്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് ആധുനിക സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ്, രാഷ്ട്രീയ ഇല്ലാത്തത് കൊണ്ടാണ്, സാമ്പത്തിക കെട്ടുറപ്പില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അതിനു വേണ്ടിയാണ് നാം മെനക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയ മത സംഘടനകളുടെ തെറ്റിദ്ധാരണകൾക്ക് എന്ത് വിലയാണുള്ളത്? അല്ലാഹു തആല പറയുന്നു, നിങ്ങൾ ദുനിയാവ് ഉണ്ടാക്കാൻ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ടയില്ല, തോന്നിയവാസം പ്രവർത്തിച്ചാൽ മതി, അള്ളാനെ മറന്നാൽ മതി, നിങ്ങൾക്ക് ദുനിയാവ് ഇഷ്ടം പോലെ കിട്ടും. അവിടെ തുടങ്ങിക്കോ നാളെ മുതൽ തന്നെ അള്ളാഹുവിനെ ധിക്കരിക്കാൻ. ദുനിയാവ് വേണമെന്നുണ്ടെങ്കിൽ, സമ്പത്താണ് ആഗ്രഹമെങ്കിൽ, കോടീശ്വരനാകല ആഗ്രഹമെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ ധിക്കരിക്കുകയും. അല്ലാഹു തആല പറഞ്ഞ വാക്കല്ലേ, അല്ലാഹു തആല വഅദ ലംഘിക്കുകയില്ല. ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി, അള്ളാഹുവിനെ മറന്ന് ജീവിക്കാൻ ഒരാൾ തയ്യാറായപ്പോൾ. അപ്പൊ നിങ്ങൾ ചെപ്പിയോ ഈ വാക്ക് കേട്ടിട്ട് നാളെ തന്നെ ഒരാളെ വിടക്കായെങ്കിലോ അവന്റെ ഗതി അങ്ങനെ തന്നെയാണ്, അവൻ വിടക്കായിക്കോല്ലേ? ഖുർആനല്ലേ, അല്ലാഹു തആല പറഞ്ഞ വാക്കല്ലേ. അല്ലാഹു തആല ഒരുത്തനെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അവന്റെ കയ്യിൽ അല്ലാഹു തആല ദുനിയാവ് കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ വാക്കല്ലേ, അള്ളാഹുവിന്റെ വാക്കല്ലേ. വല്ലാഹി മാ അഖ്ശാ അലൈക്കുമുൽ ഫഖർ, അരബപ്പൂവായ മുത്തായ മുസ്തഫ റസൂലുള്ളാഹി പറഞ്ഞു, വല്ലാഹി മാ അഖ്ശാ അലൈക്കുമുൽ ഫഖർ, അള്ളാഹനെ തന്നെയാണ് സത്യം, എൻ്റെ സമുദായം ഫക്കീറന്മാരായി പോകുന്ന കാര്യത്തിൽ എനിക്ക് ഭയമില്ല. മുവഹിദുകൾ അഹ്ലുസുന്ന ഫക്കീറന്മാരായി പോകുമെന്ന കാര്യത്തിൽ എനിക്ക് ഒരു ലെവലേശം പേടിയില്ല. വലാകിന്നി അഖ്ശ, എങ്കിലും ഞാൻ ഭയപ്പെടുന്നത് അൻതുബ്സത അലൈക്കുമു ദുനിയ, നിങ്ങളുടെ കയ്യിൽ ദുനിയാവ് വന്നു ചേരുമോ, നിങ്ങളുടെ കയ്യിൽ ദുനിയാവ് കുന്നിക്കൂടിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഞാൻ ഭയപ്പെടുന്ന നിങ്ങളെ പൂർവികന്മാരായ സമൂഹത്തിന്റെ കയ്യിൽ, കാറൂനെ പോലെയുള്ളവരുടെ കയ്യിൽ, അവരൊക്കെ ഇസ്ലാമിന്റെ പ്രബോധകന്മാരായിരുന്നു, ഇസ്ലാമിന് വേണ്ടി ജീവിച്ച ആൾക്കാരായിരുന്നു. അവരുടെയൊക്കെ കയ്യിൽ ദുനിയാവ് കുന്നുകൂടിയതുപോലെ നിങ്ങളെ കയ്യിലും ദുനിയാവ് കുന്നുകൂടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് അവിടുത്തെ പ്രിയപ്പെട്ട അനുയായികളോട്, മുവഹിദുകളോട്, മുസ്ലിമീങ്ങളോട് പറഞ്ഞു. എന്നിട്ട് വതനാഫസുഹ, ആ ദുനിയാവ് കുന്നുകൂടുമ്പോൾ നിങ്ങൾ അതിൽ മത്സരിച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങി. ആവശ്യത്തിനുണ്ട്, എന്നാലും തിരക്കേടില്ല. അവിടെ കട, ഇവിടെ കട, അവിടെ തോട്ടം, ഇവിടെ തോട്ടം. നിങ്ങളെ പൂർവികന്മാരും അങ്ങനെയായിരുന്നു. കം തറക്കു ജൻമിൻ ജന്നാത്തിൻ വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ കദാലിക വഔറസ്നാഹാ ഖൗമൻ ആഖരീൻ ഫമാ ബക്കത്ത് അലൈഹിമുസ് സമാഉ വൽ അർദ്. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫമാ ബക്കത്ത് അലൈഹിമുസ് സമാ. ഇന്ന് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി കരയാൻ ഭൂമി തയ്യാറല്ല, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി കരയാൻ ആകാശം തയ്യാറല്ല. അല്ലാഹു തആല പറഞ്ഞു പരിശുദ്ധ ഖുർആൻ സൂറത്തു ദുഖാൻ, കം തറക്കൂ മിൻ ജന്നാത്തിൻ വഉയൂൻ, നിങ്ങളെ പൂർവികന്മാര് ഇവിടെ എത്ര തോട്ടങ്ങളും അരുവികളുമാണ് ഇട്ടേച്ചു പോകേണ്ടി വന്നത്. വസുറൂഇൻ, എത്ര കൃഷിസ്ഥലങ്ങളാണ്, എത്ര തോട്ടങ്ങളാണ് ഇവിടെ ഇട്ടേച്ചു പോകേണ്ടി വന്നത്. ഓ മക്കാമിൻ, എത്ര ബംഗ്ലാവുകളെയാണ് ഇവിടെ ഇട്ടേച്ചു പോകേണ്ടി വന്നത്. ഓ മക്കാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ, സുഖലോലുപതയിൽ കഴിഞ്ഞ എത്ര സുഖഭോഗ വസ്തുക്കളെയാണ് നിങ്ങളെ പൂർവികന്മാരായ പണക്കാരൻ ഇട്ടേറ്റ് പോകേണ്ടി വന്നത്. അവരെല്ലാം പോയി. അതിനുശേഷം അനന്തരാവകാശികൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി തുടങ്ങി, അവരും പോയി. അതിനുശേഷം അനന്തരാവകാശികൾ കൈകാര്യം തുടങ്ങി. ഈ പോയവർക്ക് വേണ്ടി ഒന്നും ഫമാ ബക്കത്ത് അലൈഹിമുസ് സമാ, അവർക്ക് വേണ്ടി ഒന്നും ആകാശം കരഞ്ഞില്ല. ഭൂമിയും അവർക്ക് വേണ്ടി ഒന്നും കരഞ്ഞില്ല. ഒമാ കാനൂ മുൻളരീൻ, എന്തെങ്കിലും ഒരു പ്രതീക്ഷക്ക് വകയും അവർക്കില്ല എന്ന് പറഞ്ഞ അല്ലാഹു തആല. കൃത്യമല്ലേ കാര്യം? പിന്നെന്തിനാണ് ദുനിയാവിന്റെ വസ്തുക്കളെ കൊണ്ടും ദുനിയാവിന്റെ വിഭവങ്ങളെ കൊണ്ടുമാണ് ഇസ്ലാമിക പ്രബോധനം വിജയിച്ച് നടക്കുക എന്ന തെറ്റിദ്ധാരണ അഹ്ലുസുന്നക്കടക്കം വന്നുപോയത്? ഷിയാക്കളെ കാര്യം വിട്, ഷിയാക്കൾ ജൂദായിസത്തിന്റെ ഭാഗമാണ്. ദുനിയാവ് അവരെ കയ്യിൽ വരേണ്ടതാണ്, അവരാണ് ദുനിയാവ് കൈകാര്യം ചെയ്യേണ്ടത്. പണം അവരാണ് കൈകാര്യം ചെയ്യേണ്ടത്, അധികാരം അവരാണ് കൈകാര്യം ചെയ്യേണ്ടത്, രാഷ്ട്രീയം അവരാണ് കൈകാര്യം ചെയ്യേണ്ടത്. അഹ്ലുസുന്നയുടെ ഉത്തരവാദിത്വം
അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ വേണ്ടി മെനക്കെടാൻ സമൂഹത്തെ ഉത്ബോധിപ്പിക്കുകയാണ്. അവരുടെ കയ്യിൽ നിഅമത്തുകൾ ഉണ്ടാവുകയില്ല, അവരുടെ കയ്യിൽ കൊട്ടാരങ്ങളും പാട്ടങ്ങളും ഉണ്ടാവുകയില്ല, അവരുടെ കയ്യിൽ സമ്പത്തിന്റെ കൂമ്പാരം ഉണ്ടാവുകയില്ല. പക്ഷെ അവരുടെ കയ്യിൽ അല്ലാഹു തആല കൊടുത്ത നിഅമത്തിന് സ്ഥിരതയുണ്ടാകും. അതിൽ അല്ലാഹു തആല ബറക്കത്ത് സംവിധാനിച്ചു കൊടുക്കും, അല്ലേ? എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? ധിക്കാരികളുടെ കാര്യത്തിൽ ദുനിയാവിന്റെ സകല വേടകളും അവർ തൊട്ടതെല്ലാം പൊന്നാണ്. എവിടെ പോയാലും അവർക്ക് സപ്പോർട്ട്. ഫാസിസ്റ്റുകൾ അവർക്ക് സപ്പോർട്ട്, സയനിസ്റ്റുകൾ അവർക്ക് സപ്പോർട്ട്, ജൂതന്മാർ അവർക്ക് സപ്പോർട്ട്, കമ്മ്യൂണിസ്റ്റുകൾ അവർക്ക് സപ്പോർട്ട്, എല്ലാവരും അവർക്ക് സപ്പോർട്ട്. അങ്ങനെ സുഖസുഭിക്ഷമായിട്ട് അവർ ജീവിക്കും. അലൈ ഫതഹിന അലൈഹിം അബ്വാബ കുല്ലി ശൈ ഹത്താ ഇദാ ഫരിഹു ബിമാ ഊതു. ഖുർആനാണ് കൂട്ടരെ. ഹത്താ എത്രത്തോളം? ഇദാ ഫരിഹു ബിമാ ഊതു, അവർക്ക് നൽകപ്പെട്ട വിഭവങ്ങൾ ഉപയോഗിച്ച് അവർ ഫരിഹു റാഹത്തായിട്ട് ജീവിക്കും, സുഖമായിട്ട് ജീവിക്കും, പത്രാസോടെ ജീവിക്കും, അനുയായികളോടുകൂടി ജീവിക്കും, മറ്റേ സകല മതവിഭാഗങ്ങൾക്കും സപ്പോർട്ടായിരിക്കും. എല്ലാവരും അവർ നല്ലത് പറയും, എല്ലാവരും അവർ പിന്നാലെ നടക്കും. എന്താണ് പത്രാസ്? അല്ലാഹു തആല പറഞ്ഞ വാക്കത്ര ഹക്കാണ്. ഹത്താ ഇദാ ഫരിഹു ബിമാ ഊതു അഖദിനാഹും ബഗ്തതൻ ഫഇദാഹും മുബ്ലിസൂൻ. തീർന്നു എല്ലാം. അഖദിനാഹും ബഗ്തതൻ, പെട്ടെന്നായിരിക്കും നാം അവരെ പിടികൂടുക. ഫഇദാഹും മുബ്ലിസൂൻ, അതോടുകൂടി അവർ പൂർണ്ണമായും നിരാശരാവുകയും ചെയ്യും. ഇതല്ലേ ദുനിയാവിന്റെ കാര്യം? അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് മുഅ്മിനീങ്ങൾക്ക് വെച്ചത്, നിഅമത്ത് കാഫിരീങ്ങൾക്ക് വെച്ചത്. അവിടെ നിഅമത്ത് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് നാം ദീനുൽ ഇസ്ലാമിനെ ഉപയോഗിക്കുന്നത് ഖുർആനെ കളവാക്കലാണ്. ബറക്കത്ത് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് വേണം ദീനുൽ ഇസ്ലാമിനെ ഉപയോഗിക്കാൻ. അതിനു വേണ്ടിയിട്ടുള്ളതാണ് ദീൻ. എന്നിട്ട് അല്ലാഹു തആല അയാളെ പരിചയപ്പെടുത്തുന്നു, ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസാ ഫബഗാ അലൈഹിം. എന്നിട്ട് അല്ലാഹു തആല അയാളെ വിശേഷണം പറഞ്ഞു തരികയാണ്. ഫാതൈനാഹു മിനൽ കുനൂസ്. എന്താണ് കൻസ്? കൻസിന്റെ ജമ്മാണ് കുനൂസ്. അയാൾക്ക് ഞാൻ സ്വർണത്തിന്റെ നിധികൾ നൽകി. ആതൈനാഹു, അയാൾക്ക് ഞാൻ നൽകി. മിനൽ കുനൂസ്, സ്വർണ്ണ. അയാൾ ഫിറൗനല്ല, അയാൾ നമ്രൂദും അല്ല, അബൂജഹൽ ഉത്ബത്തും ശൈബത്തും അല്ല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പം ഇസ്ലാമിക പ്രബോധനത്തിന്റെ അമീറാണ് അയാള്. ദീനീ പരിശ്രമത്തിൽ പരിശ്രമകാരിയാണ് അയാൾ. 24 മണിക്കൂർ പള്ളിയെ കഴിച്ചുകൂട്ടിയ വ്യക്തിയാണ് അയാള്. പക്ഷെ അയാൾ ആ ദുനിയാവ് കൊണ്ട് എന്താ സംഭവിച്ചത്? ആ ദീന് കൊണ്ട് ദുനിയാവിനെ തേടി, ദുനിയാവിന്റെ പത്രാസ് തേടി. അള്ളാഹു എന്നെയും നിങ്ങളെയും കാക്കട്ടെ, എല്ലാരെയും കാക്കട്ടെ, സ്ഥിരമായി കാക്കട്ടെ. മരിക്കുന്നത് വരെ ദുനിയാവിന്റെ വസ്തുക്കൾ കയ്യിൽ തരാതെ അള്ളാഹു നമ്മളെ സംരക്ഷിച്ചു നിർത്തി ഉള്ളതിൽ അള്ളാഹു വാരിക്കോരി ബറക്കത്ത് നമുക്ക് വേണ്ടപ്പെട്ടവർക്കും അള്ളാഹു തആല നൽകട്ടെ. ഞാൻ എപ്പോഴും എൻ്റെ നഫ്സോടും എൻ്റെ മക്കളോടും പറയുന്ന വിഷയമാണ് ഇതാണ്. നാം ഒരിക്കലും നാം അവർക്ക് നൽകിയ ദുനിയാവിന്റെ വസ്തുക്കളിലേക്ക് നിങ്ങളെ കണ്ണ് നീണ്ടു പോകരുത്, ഒരിക്കലും പോകരുത്. അള്ളാഹു തആല ഭംഗിയായി കാര്യങ്ങൾ നടത്തിത്തരും. അള്ളാഹു തആല ഇഷ്ടപ്പെട്ട ജനങ്ങൾക്ക് അള്ളാഹു ബറക്കത്ത് വാരിക്കോരി കൊടുക്കും. ചെറിയ ശമ്പളമായിരിക്കും, കാര്യങ്ങൾ ഭംഗിയായി നടക്കും. കാറിന് കാറുണ്ടാവും, വീടിന് വീടുണ്ടാവും. കിട്ടുന്നത് എന്തായിരിക്കും? ഒന്നും ആയിരിക്കില്ല. ആകെ ജീവിക്കാൻ മാത്രമുള്ള ശമ്പളം, ഒരു 10,000 15,000 ശമ്പളം, ഒരു മീൻ വാങ്ങാൻ എത്തൂല. എന്നാലും രാജകുമാരനായിട്ട് ജീവിക്കും. അതന്നെയാണ് അനുഭവവും. അള്ളാഹു തആല ഈ അനുഭവം നമുക്ക് നിലനിർത്തി തരട്ടെ. നമ്മളെന്നും അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യം അതാ. ഒരിക്കലും ഇനി ഇങ്ങനെയൊക്കെ ആയാൽ ശരിയാവോ എന്ന് തോന്നിപ്പോകരുത്. അങ്ങനെ തോന്നിയ ആലിമീങ്ങളെ ഒന്നും അള്ളാഹു തആല വെറുതെ വിട്ടിട്ടില്ല. ഇങ്ങനെയൊക്കെ ആയാൽ ശരിയാവോ എന്ന് ചിന്തിച്ചവരൊന്നും അള്ളാഹു തആല വെറുതെ വിട്ടിട്ടില്ല. ഖുർആൻ ഹാഫിലീങ്ങള്, അതേപോലെ തന്നെ ആലിമീങ്ങള്, ബാക്കവിമാര്, കാസിമിമാര്, ഇതും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു മതിപ്പ് എത്രയോ ഉലമാക്കൾ പറയുന്നത് ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. ഈ പള്ളിപ്പണിയായിട്ട് പോയാൽ ജനങ്ങൾക്കിടയിൽ ഒരു മതിപ്പുണ്ടാവില്ല, അതുകൊണ്ട് എന്തൊക്കെ ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ഇമാം ഗസാലി വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഇസ്തിഹിസാഇന്റെ മേൽ അവൻ മുശ്രിക്കായി, കാഫിറായി എന്ന്. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. ഒരാളെ അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചാൽ അവനെ ഇസ്ലാമിന്റെ പണ്ഡിതനാക്കും എന്ന് പറഞ്ഞു. അതിനെതിരാണ് ഇസ്ലാമിക പണ്ഡിതനാക്കി ഇസ്ലാമിന്റെ ജോലി, പള്ളിയിലെ ജോലി, മദ്രസയിലെ ജോലി, ദഅവത്ത്. എന്തൊരു രസമുള്ള അള്ളാഹുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിനെ പറഞ്ഞ് നടക്കാനുള്ള സൗഭാഗ്യം, തൗഹീദ് പറഞ്ഞു നടക്കാനുള്ള സൗഭാഗ്യം, സുന്നത്ത് പറഞ്ഞു നടക്കാനുള്ള സൗഭാഗ്യം. ആ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല രാജകീയമായി കൊണ്ട് നടക്കുമ്പോൾ മനസ്സിൽ ശൈത്താൻ കയറിയിട്ട് പറഞ്ഞു, ഇങ്ങനെയെല്ലാം പോയാലും എനിക്ക് കിട്ടുന്നത് ഇത്രയല്ലേ, ഒരു ജുമാക്ക് പോയാൽ എനിക്ക് കിട്ടുന്ന ആകെ 2,500, ചെലവ് 3,000. ഇങ്ങനെ കുത്തുബക്ക് പോയാൽ കിട്ടില്ല 2,500, പോയിട്ട് വരാൻ ചെലവ് 3,000. അങ്ങനെയുണ്ട്.
എന്നിട്ടും പറയും വാരിക്കോരി കിട്ടുന്നത് കൊണ്ടാണ് ഇതൊക്കെ. കൂട്ടരെ വാരിക്കോരി കിട്ടാൻ ഷീയായാൽ മതി. സലഫികൾക്കല്ല വാരിക്കോരി കൊടുക്കുന്ന പ്രശ്നമില്ല. കബൂലായ സലഫികളെ നിങ്ങളെ നോക്കി ഒരിക്കലും അയാളെ കയ്യിൽ അള്ളാഹു ദുനിയാവ് കൊടുക്കൂല. കബൂൽ അല്ലാത്ത സലഫികളെ നോക്കി ദുനിയാവ് വാരിക്കോരി കൊടുക്കുമല്ല. ഷിയാക്കളെ നോക്കി, ഷീഈ പുരോഹിതന്മാരെ നോക്കി വാരിക്കോരി കൊടുക്കുകയല്ലേ. രാഷ്ട്രീയ സപ്പോർട്ട് അവർക്ക്, ദുനിയാവിന്റെ സപ്പോർട്ട് അവർക്ക്, ബിസിനസ് സപ്പോർട്ട് അവർക്ക്. കൈക്കൂലി സാധാരണക്കാരനായ ഉദ്യോഗസ്ഥന്മാർ 1000 10,000 കൈക്കൂലി വാങ്ങുമ്പോൾ പുരോഹിതന്മാർ ലക്ഷവും 10 ലക്ഷം കോടിയാണ് കൈക്കൂലി വാങ്ങുന്നത്. ഒരാളെ ജയിലിൽ നിറക്കാൻ കൈക്കൂലി, അല്ലെങ്കിൽ ഒരു കേസ് തീർത്തു കൊടുക്കാൻ കൈക്കൂലി, അല്ലെങ്കിൽ ജോലി കിട്ടാൻ കൈക്കൂലി. വലിയ വലിയ പുരോഹിതന്മാരാണ് വൻകിട ഭരണകൂടത്തിലെ തലവന്മാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കോടികളുടെ കൈക്കൂലി കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അള്ളാഹു താല ശപിച്ചിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ കയ്യിൽ അള്ളാഹു ഏൽപ്പിക്കുന്ന ജോലിയാ. മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു താല അത് ഏൽപ്പിക്കൂല. മുഅ്മിനീങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. മരിക്കുന്നത് വരെ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ദുനിയാവ് അള്ളാഹു താല വാരിക്കോരി തരും, ഇൽമിന് പ്രസക്തിയില്ലാതെ പോകും. അങ്ങനെ ദുനിയാവിൽ ആർക്കും വേണ്ടാത്ത ഒരു ആലിമായിട്ട് അവൻ അധപ്പതിക്കും. അവസാനം ഫദമ്മർനാഹ തദ്മീറ, അവനെ ഞാൻ തകിടുപൊടിയാക്കും എന്ന് പറഞ്ഞു അള്ളാഹു താല. അല്ലേ? ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ ഫബഗ അലൈഹിം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു വആതൈനാഹു, അവന് നാം നൽകി മിനൽ കുനൂസി, സ്വർണത്തിന്റെ നിധികളെ നൽകി. നിധികൾ എന്നാ പറഞ്ഞത്. എത്ര നൽകിയത്? സ്വർണത്തിന്റെ നിധിന്റെ കണക്കല്ല അള്ളാഹു തആല പറഞ്ഞു തരുന്നത്. അത് സൂക്ഷിച്ച ബാങ്കിന്റെ കണക്കും അല്ല പറഞ്ഞു തന്നിരിക്കുന്നത്. അത് എഴുതി വെച്ച കടലാസിന്റെ കണക്കും അല്ല അള്ളാഹു പറഞ്ഞു തന്നിരിക്കുന്നത്. അങ്ങനെ ഏറ്റവും വലിയ ബിസിനസ്സുകാരായ അദാനി ഗ്രൂപ്പായാലും ടാറ്റാ ബിർള ഗ്രൂപ്പുകളായാലും അവരെല്ലാം അവരുടെ കോടികൾക്കൊരു കണക്കുണ്ട്. ഇത്ര കോടി, കോടാനകോടി, കോടി, മാകോടി, മക്കോടി, അങ്ങനെ പോകും. പക്ഷെ കാറൂനാകുന്ന മുതലാളിന്റെ കണക്കല്ല പറഞ്ഞ എന്താണെന്നറിയോ? മാ ഇന്ന മഫാത്തിഹഹു ലതനൂഉ ബിൽ ഉസ്ബത്തി ഉലിൽ ഖുവ്വ. മാ ഇന്ന മഫാത്തിഹഹു, അറിയാലോ മിഫ്താഹ്, മിഫ്താഹിന്റെ ജമ്മാണ് മഫാത്തിഹ്. മിഫ്താഹ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ ഇതില് മിഫ്താഹ് എന്ന് പറഞ്ഞാൽ? ആർക്കും അറിയുന്ന ഭാഷയാണത്. അതൊന്നും ഖുർആന്റെ രസം അതാണ്, ആർക്കും അറിയുന്ന ഭാഷ. മാ ഇന്ന മഫാത്തിഹഹു, കാറൂന് നൽകിയിരിക്കുന്ന സ്വർണത്തിന്റെ നിധികൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പെട്ടികൾ പൂട്ടിയ താക്കോലിന്റെ കണക്കാണ് അല്ലാഹു തആല പറഞ്ഞത്. പൈസന്റെ കണക്കല്ല, ബാങ്കിന്റെ കണക്കല്ല. അതെല്ലാം വെച്ചിരിക്കുന്ന അലമാരയുടെ, പൂട്ടിവെച്ച അലമാരയുടെ താക്കോല്, ആ താക്കോലിന്റെ കണക്കാണ് അല്ലാഹു പറഞ്ഞത്. അപ്പൊ ആ പണം നിങ്ങളൊന്ന് എങ്ങനെ കണക്കൂട്ടുക? നിങ്ങൾ എങ്ങനെ, ഏത് കണക്ക് വെച്ചിട്ടാണ് കണക്കൂട്ടുക? ആധുനികമായിട്ട് തന്നെ എന്ത് കണക്ക് വെച്ചിട്ടാണ് കണക്കൂട്ടുക? മാ ഇന്ന മഫാത്തിഹഹു, അവന് താക്കോലിന്റെ എത്രയാണെന്നറിയത്? അത് 5 10 100 അല്ല. ലതനൂഉ ബിൽ ഉസ്ബത്തി ഉലിൽ ഖുവ്വ, വളരെ ശക്തന്മാരായ ഒരു സംഘത്തിന് ചുമക്കാൻ മാത്രമുണ്ട് താക്കോലിൽ നിന്ന്. ലതനൂഉ ബിൽ ഉസ്ബ, ഉസ്ബ എന്ന സംഘം, ഖുവ്വ എന്ന് പറഞ്ഞാൽ ശക്തന്മാര്. പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു കൂട്ടം ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രമുണ്ടായിരുന്നു ആ താക്കോലുകൾ. താക്കോല് മാത്രമായി പറഞ്ഞത്. അപ്പൊ എത്രയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? അപ്പൊ ദുനിയാവ് കിട്ടാൻ ഏറ്റവും നല്ല പരിപാടി എന്താ അറിയോ? ദീനീ പ്രവർത്തനം തുടങ്ങുക, പകുതിക്കുന്നത് നിർത്തിയിട്ട് ദുനിയാവിലേക്ക് കയറുക. അതോടുകൂടി സമ്പത്ത് വരാൻ തുടങ്ങും. അതുകൊണ്ട് ഞാൻ വളരെ കൃത്യമായിട്ട് ദായികളോട് പറയട്ടെ, നിങ്ങൾക്ക് ദുനിയാവാണ് ആവശ്യമെങ്കിൽ പകുതിക്കുന്നത് നിർത്തിക്കോ, ദുനിയാവിലേക്ക് ഇറങ്ങിക്കോ, വാരി കോരി തരും അല്ലാഹു തആല നിഅമത്ത്, കാറൂന് നൽകിയതുപോലെ. പക്ഷെ പിന്നെന്ത് സംഭവിക്കുന്നതിനെ പറ്റി ചിന്തിച്ചിട്ട് ടെൻഷൻ അടിക്കണ്ട. സംഭവിച്ചേയിരിക്കും തീർച്ചയായിട്ടും. എത്ര വലിയ പണ്ഡിതനായാലും ശരി, എത്ര വലിയ കാസിമിയായാലും ശരി, എത്ര വലിയ ബാക്കിവിയായാലും ശരി, എത്ര വലിയ അസരി ആയാലും ശരി, എത്ര വലിയ ആരായാലും ശരി, എത്ര വലിയ സക്കാഫി ആയാലും ശരി, എത്ര വലിയ ദാരിമി ആയാലും ശരി, ഫൈസി ആയാലും ശരി, അള്ളാഹു തആല വാരി കോരി തന്നിരിക്കും. അവസാനത്തെ കഥ തീരുകയും ചെയ്യും. അതുകൊണ്ട് ദുനിയാവ് നോക്കിയിട്ട് അയാൾ ദീനിന്റെ ആളാണ്, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആളാണെന്ന് വല്ലാഹി പറഞ്ഞു പോകരുത്. അള്ളാഹുവിനെ കളവ് പറയലാണ്. ദുനിയാവ് നോക്കിയിട്ട് ഒരിക്കലും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളാണെന്ന് പറയുന്നത് അള്ളാഹുവിനെ പരിഹസിക്കലാണ്. അത് അഷ്റഫുൽ ഖൽക്കിനെയും പരിഹസിക്കലാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു റസൂൽ, അതുകൊണ്ട് പട്ടിണി കിടന്ന് ജീവിച്ചു. അഷ്റഫുൽ അള്ളാഹു തആലയ്ക്ക് ഇഷ്ടമായിരുന്നു ഉത്ബത്ത് ഷൈബത്ത്, അതുകൊണ്ട് സ്വർണത്തിന്റെ കിണ്ണത്തിൽ വെള്ളിയുടെ കയ്യിലുണ്ടായിരുന്നു കഞ്ഞി കുടിച്ചത് എന്ന് പറയേണ്ട ഒരു ഗതികേടിലേക്ക് എത്തും. കാര്യങ്ങൾ നേരെ തിരിച്ചാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നില്ല അവരെ സംബന്ധിച്ച്. അതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാത്തിഹഹു ലതനൂഉ ബിൽ ഉസ്ബത്തി ഉലിൽ ഖുവ്വ, ശക്തന്മാരായ ആൾക്കാർക്ക് വഹിക്കാൻ മാത്രം. ഒരു ദിവസം അവൻ പുറത്തേക്ക് ഇറങ്ങി. ഫഖറജ അലാ ഖൗമിഹി ഫീ സീനത്തിഹി, അല്ലാഹു പറഞ്ഞു തരികയാണ്. ഫഖറജ അലാ ഖൗമിഹി ഫീ സീനത്തിഹി, ഒരു ദിവസം അവൻ സമൂഹത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങിത്തിരിച്ചു, സമൂഹത്തിന്റെ ഇടയിലേക്ക് പുറപ്പെട്ടു. ഫീ സീനത്തിഹി
പണ്ട് മുസ്ലിയാരായിരിക്കുന്ന കാലത്ത് പള്ളിയിൽ ജോലി ചെയ്ത് സൈക്കിളോ അല്ലെങ്കിൽ ഒരു മൊസക്കോ അല്ലെങ്കിൽ 100-ാം നമ്പർ കാറോ കൊണ്ടിങ്ങനെ പോകുന്ന ആളാണ്. ഇപ്പോഴതാ വന്നിരിക്കുന്നു, കോടിക്കണക്കിന് ഉറുപ്പ്യൻ്റെ കാറുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. കൊട്ടാരങ്ങൾ, ബംഗ്ലാവുകളിലാണ് താമസിക്കുന്നത്. ഫഖറജ അലാ ഖൗമിഹി ഫീ സീനത്തിഹി, സർവാഡംബര വിഭൂഷകനായി നല്ല സ്വർണത്തിൻ്റെ ഒരു കിരീടവും തലയിൽ വെച്ച് നല്ലൊരു കോട്ട് വിട്ട്, ആ കോട്ട് മുത്ത് മാണിക്യത്തിൻ്റെ കുടുക്ക് വെച്ചൊരു കോട്ട് വിട്ട്, ഫീ സീനത്തിഹി, നല്ല പറഞ്ഞ സീനത്താണ്, അള്ളാഹ് പറഞ്ഞിരിക്കുന്നതാണ്, ഇത് നോവലല്ലാന്ന് മനസ്സിലാക്കണം. മുസ്ലിയാർ പ്രസംഗിച്ചു കൂട്ടുന്നതല്ല. ഫഖറജ അലാ ഖൗമിഹി ഫീ സീനത്തിഹി, സർവാഡംബര വിഭൂഷകനായി നല്ല പുകയായിട്ട് കുതിരപ്പുറത്തിങ്ങനെ ആൾക്കൂട്ടത്തിലേക്ക് ഒരു ദിവസം ഇറങ്ങി വരികയാണ് അവൻ. അല്ലേ, ഖുർആനല്ലേ, സൂറത്തുൽ ഖസസ് വായിച്ചു നോക്കണം. ഫഖറജ അലാ ഖൗമിഹി ഫീ സീനത്തിഹി ഖാലല്ലദീന യുരീദൂനൽ ഹയാത്തദ് ദുനിയാ, ആൾക്കാർ കാണുമല്ലോ. ഖാലല്ലദീന യുരീദൂനൽ ഹയാത്തദ് ദുനിയാ, ഇങ്ങനെ ആയിരിക്കണം ആള്, ദുനിയാവ് ഇങ്ങനെ ആയിരിക്കണം, ദുനിയാവിൽ പത്രാസ് ഇങ്ങനെ ആയിരിക്കണം. എത്ര കഷ്ടപ്പെട്ട് ജീവിച്ച ആളാണ് കാറൂൻ. പള്ളിന്റെ തെരുവിൽ ഇറങ്ങിയവനാണ് കാറൂൻ. പള്ളിയിലെ മുക്രിയായിട്ട് ജീവിച്ചവനാണ് കാറൂൻ. പള്ളിയിൽ ഉസ്താദായിട്ട് ജീവിച്ചവനാണ് കാറൂൻ. ദായിയായിട്ട് ജീവിച്ചവനാണ് കാറൂൻ. മൂസ നബിന്റെ വലങ്കയ്യായിരുന്നു കാറൂൻ. ദഅവത്തി സംഘത്തിൽ 70ഓളം വരുന്ന ദഅവത്തി സംഘത്തിന്റെ ആ ജമാഅത്തിന്റെ അമീറായിരുന്നു കാറൂൻ. എല്ലാ രീതിയിലും ദീനിന്റെ പരിശ്രമങ്ങൾ നടത്തിയ കാറൂൻ. ഇപ്പൊ ഇതാ വന്നിരിക്കുന്നു പട്ടിണി കിടന്ന കാറൂൻ, ഓലപ്പുരയിൽ കിടന്ന കാറൂൻ. ഇപ്പോഴിതാ വന്നിരിക്കുന്നു സർവാഡംബര വിഭൂഷകനായിട്ട്. ഇത് കണ്ട് കണ്ണ് തള്ളിപ്പോയ സാധാരണക്കാരൻ പറയാൻ തുടങ്ങി, വഖാലല്ലദീന യുരീദൂന അൽ ഹയാത്തദ് ദുനിയ, ഇങ്ങനെ വേണം ദുനിയാവ്, ഈ രീതിയിൽ വേണം ദുനിയാവ് എന്നും പറഞ്ഞ് പാടുപെടുന്നവർ പറയാൻ തുടങ്ങി. യാ ലൈതലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ. ഖുർആനാണ് കൂട്ടരെ, ഇതൊക്കെ നമുക്ക് പാഠമാണ്. ദായികൾക്ക്, സെലഫികളോടായി പറയുന്നത്. ഷിയാക്കൾക്ക് ഇത് ബാധകമല്ല. ഷിയാക്കൾ കുഫറിന്റെയും ശിർക്കിന്റെയും ദുനിയാവിന്റെയും ആൾക്കാരൊക്കെ അല്ല തള്ളിയവരാണ് ഷിയാക്കൾ, ജാറത്തിന്റെ ആൾക്കാർ. അപ്പൊ അവസാനം എന്താ പറഞ്ഞത്? ആൾക്കാർ പറയാൻ തുടങ്ങി, ആ യാ ലൈതലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ, ഈ കാറൂന് കിട്ടിയതുപോലെ നമുക്കും കിട്ടിയെങ്കിൽ എത്ര നന്നായിരുന്നേനെ. സുബ്ഹാനല്ലാഹ്. അതിനപ്പുറം എന്താന്ന് ഞാനിപ്പോ ഇതാ പറയല് അല്ല, അത് പറ, അത് ഖാലല്ലദീന യുരീദുനൽ ഹയാത്തദ് ദുനിയ യാ ലൈതലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ. അതാ പറയണ. ആ ഇന്നഹു ലദു ഹദ്ദിന്റെ അടുത്ത് അതല്ലേ, ഇന്നഹു ലദു ഹദ്ദിൻ അലീം. അതാണ് അതിന്റെ പ്രസക്തമായ വാക്ക്. ഇന്നഹു, തീർച്ചയായും കാറൂൻ. ദുനിയാവിന്റെ ആൾക്കാർ പറയാൻ തുടങ്ങി, ലതു ഹദ്ദിൻ, ആ ഉസ്താദ്, ആ ഷെയ്ഖുന എന്തൊരു ഭാഗ്യവാനാണ്, ആ മൗലാന എന്തൊരു ഭാഗ്യവാനാണ്, പണ്ട് പള്ളിന്റെ പള്ളിന്റെ ചെരുവെന്ന് തെരഞ്ഞാളാണ്, ഇപ്പോൾ കോടീശ്വരനായിട്ട് പോകുന്ന മൗലാന എന്തൊരു മൗലാന. ഇന്നഹു ലതു ഹദ്ദിൻ അലീം. ആ വാക്ക് നന്നായിട്ട് പഠിച്ചു നോക്കണം. എല്ലാം നമ്മളെല്ലാം ഉപയോഗിക്കുന്നത് എന്തൊരു ഭാഗ്യവാനയാൾ. അയാളെ ബംഗ്ലാവ് നോക്കിയിട്ടാണ് നമ്മളത് പറയുക, അയാളെ കാർ നോക്കിയിട്ടാണ് പറയുക, അയാളെ തോട്ടവും പാട്ടും നോക്കിയിട്ടാണ് പറയുക. അയാൾക്ക് കാസർഗോഡ് ഇത്ര ടൗണ് ഇത്രയുണ്ട്, പിന്നെ മംഗലാപുരത്ത് ഇത്രയുണ്ട്, അതേ പിന്നെ കണ്ണൂർ ഇത്രയുണ്ട്, ദുബൈയിൽ ഇങ്ങനെയുണ്ട്, ഖത്തറിൽ അങ്ങനെയുണ്ട്, മറ്റേ ബഹ്റൈനിൽ ഇങ്ങനെയുണ്ട്, ആടെയുണ്ട്, ഈടെയുണ്ട്, ആടെ 1000 ഏക്കറ, ഈടെ 500 ഏക്കറ, ആടെ 10,000 ഏക്കറ. ഇല്ലേ, കണക്ക് വന്ന് കേട്ടിട്ടില്ലേ? നമ്മൾ സാധാരണ കേൾക്കുന്ന രീതിയായി പറഞ്ഞു തരുന്നത്. ഇന്നഹു ലദു ഹദ്ദിൻ അലീം, എന്തൊരു ഭാഗ്യവാനാണ്. അയാൾ ജനിച്ചതൊരു ചെറ്റപ്പരയില, അയാൾ ജനിച്ചതൊരു പാവപ്പെട്ട ഉപ്പാന്റെ മോന, ചാക്കട നടത്തലാണ് കതിർക്കാക്ക് ജോലി, കതിർക്കാരെ മോനാണ് ഇപ്പം കോടീശ്വരനായിരിക്കുന്നത്. അല്ലേ, ഇന്നഹു ലദു ഹദ്ദിൻ അലീം. ആ സന്ദർഭത്തിൽ അല്ലാഹു അക്ബർ, ആ സന്ദർഭത്തിൽ വഖാലല്ലദീന യുരീദൂനൽ വഖാലല്ലദീന ഊതുൽ ഇൽമ, വഖാലല്ലദീന ഊതുൽ, അല്ലേ, വഖാലല്ലദീന ഊതുൽ ഇൽമ, ഇൽമു നൽകപ്പെട്ടവർ പറഞ്ഞു, അറിവ് പറഞ്ഞവർ പറഞ്ഞു, ഖുർആനും ഹദീസും പഠിച്ചവർ പറഞ്ഞു, ദീൻ പഠിച്ചവർ പറഞ്ഞു. എന്താ പറയുന്നത് അറിയുമോ? വൈലക്കും, നിങ്ങൾക്ക് നാശം. നിങ്ങൾ എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത്? സവാബുല്ലാഹി ഖൈറുൻ ലിമൻ ആമന വഅമില സ്വാലിഹാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദ അനുസരിച്ച് ജീവിക്കുക, മുഹമ്മദ് റസൂലിന്റെ ഷഹാദ അനുസരിച്ച് ജീവിക്കുക, അവർക്കാണ് ഏറ്റവും നല്ല പ്രതിഫലമുള്ളത്. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നിങ്ങൾ പറയുന്ന വാക്ക് വല്ലാത്ത അപകടമായുള്ള വാക്കാണ്. എന്താ സംഭവിച്ചത്? കാറൂൻ മുതലാളി, കാറൂൻ മൗലാന, കാറൂൻ ഷെയ്ഖുന, ഇന്ന് പലരുടെയും ഈ സൂഫികളുടെയൊക്കെ ഷെയ്ഖാണ് കാറൂൻ. കാറൂനാണ് ഇവർക്ക് മാതൃക. സമ്പത്തുണ്ടാക്കാൻ വേണ്ടി സൂഫി ഷെയ്ഖുകളെ പഠിപ്പിച്ചത് കാറൂനാണ്. മൗലാനമാരെയും ഷെയ്ഖുനമാരെയും ഖമറുലുലമമാരെയും സുൽത്താനുലുലമമാരെയും കൗക്കബുലുലമമാരെയും സമാഉലുലമമാരെയും അർദുലുലമമാരെയും എല്ലാം പഠിപ്പിച്ചത് കാറൂനാണ്.
ഇവർക്കെല്ലാം ദുനിയാവ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് ഖാറൂനാണ്. ദീന്റെ പ്രവർത്തനം നടത്താനാണ് ഏറ്റവും നല്ല ദുനിയാവ് ഉണ്ടാക്കാൻ ഏറ്റവും നല്ല വഴി. ദീന്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിഅമത്തിന് വേണ്ടി ചോദിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പിരിച്ചുവിടാൻ തീരുമാനിച്ചാൽ, ദഅവത്തി സംഘത്തിൽ നിന്ന് പിരിച്ചുവിടാൻ തീരുമാനിച്ചാൽ, ദായി സമൂഹത്തിൽ നിന്ന് പിരിച്ചുവിടാൻ തീരുമാനിച്ചാൽ, ദുനിയാവിന്റെ വസ്തുക്കൾ അതെ സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവരെ വലിയ ബിസിനസ്സുകാരാക്കും അല്ലാഹു തആല, കോടീശ്വരന്മാരാക്കും. അവർക്ക് ബിസിനസ് നോക്കാനായിരിക്കും സമയം. അവരുടെ സമ്പത്തിന്റെ അവരുടെ വരുമാന മാർഗങ്ങളെ പറ്റി ആലോചിക്കാനും ലോകത്ത് നീണ്ടു കിടക്കുന്ന സാമ്പത്തികമായ ചുറ്റുപാടുകളെ പറ്റി നോക്കാനും സമയം. ദഅവത്തിന് സമയമില്ല, ദഅവത്തിന്റെ അഹ്ലുകാരെ പരിപാലിക്കാൻ സമയമില്ല, അവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ. ഇതെല്ലാം ദുനിയാവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. മഹാനായ സക്കരിയ സലാഹി, അദ്ദേഹത്തെ അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും അദ്ദേഹം ഉമ്മത്തോട് പല കാര്യങ്ങളും പറഞ്ഞിട്ട് പോയി. അതെല്ലാം ഇന്ന് അക്ഷരാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ ഇവിടെ അനുഭവത്തിൽ കാണുന്നൊരു കാഴ്ച വല്ലാത്ത സംഭവമാണ്. തെറ്റുകുറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ടാകും. അല്ലാഹു തആല പുറത്തു കൊടുക്കുകയും ചെയ്യട്ടെ. അല്ലാഹു തആല പുറത്തു കൊടുക്കുകയും ചെയ്യട്ടെ. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞില്ലേ, മാ മിൻകും മിൻ അഹദിൻ റദ്ദ ഔ റുദ്ദ ഇല്ലാ സാഹിബു ഹാദൽ ഖബർ. തള്ളാനും സ്വീകരിക്കാനും പറ്റുന്ന തള്ളാനും കൊള്ളാനും പറയാൻ കൽപ്പിക്കാൻ അർഹതയുള്ള ഒറ്റ ഒരാൾ മാത്രമേ ഉള്ളൂ. അത് ഈ ഖബറിൽ കിടക്കുന്ന അശറഫുകൾക്ക് മാത്രമാണ്. ബാക്കി ആർക്കും ആ പൂർണ്ണതയില്ല. ബാക്കി ആരുടെടുത്തൊന്നും തെറ്റുകൾ സംഭവിക്കാം, ആരുടെടുത്തൊന്നും വ്യാഖ്യാന വ്യത്യാസങ്ങൾ സംഭവിക്കാം. ഇമാം മാലിക് റഹിമഹുല്ലാഹ് തന്നെ പല കാര്യത്തിലും ആദ്യം പറഞ്ഞത് തിരുത്തി പിന്നീട് മാറ്റി പറഞ്ഞിട്ടുണ്ട്. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് ആദ്യം പറഞ്ഞത് തിരുത്തി പിന്നീട് മാറ്റി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അള്ളാഹു എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ആരും പൂർണ്ണനല്ല എന്ന് സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് അള്ളാഹു തആല അങ്ങനെ ചെയ്യുന്നത്. അത് സംഭവിച്ചിരിക്കാം, പക്ഷെ കാര്യം വളരെ കൃത്യവും വ്യക്തവും ആണ്. എന്നിട്ട് അവര് പറഞ്ഞു, എന്താ സംഭവിച്ചത്? ഇയാള് ഈ രീതിയിൽ ജീവിച്ചു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരായി. സ്വാഭാവികം. സമ്പത്ത് കൂടിയാൽ ദീനിന്റെ പ്രവർത്തകന്മാര് തന്നെ മുഖ്ലിസീങ്ങളായ പ്രവർത്തകന്മാർക്കെതിരാവും, മുഖ്ലിസീങ്ങളായ ആലിമീങ്ങൾക്കെതിരാവും, മുഖ്ലിസീങ്ങളായ ആലിമീങ്ങളെ തകർക്കാനുള്ള ശ്രമം നടക്കും. ഇതൊക്കെ സ്വാഭാവികം. ദുനിയാവിന്റെ കൈകാര്യം, സംഘടനാ മേധാവിത്വം, സംഘടനയുടെ തലപ്പത്തുള്ള ആധിപത്യം, ഇതിനൊക്കെ തടസ്സം നിൽക്കുന്ന ഉലമാക്കളെ ക്രൂശിക്കാൻ വേണ്ടി അവർ തയ്യാറാവും. അത് തന്നെയായിരുന്നു അന്നും സംഭവിച്ചത്. ഖാറൂൻ മുതലാളി ഗുണ്ടകളെയുമായി നടക്കാൻ തുടങ്ങി. മുതലാളി സമ്പത്ത് കൂടുമ്പോൾ ഗുണ്ടകൾ വർദ്ധിക്കും. ഇന്നത്തെ ജാറത്തിന്റെ അഹ്ലുകാരെ പോലെ ഗുണ്ടകൾ വർദ്ധിക്കും. ഇഷ്ടം പോലെ ആളുണ്ടാവും. അടിക്കാൻ, ഇടിക്കാൻ, കൊല്ലാൻ, തകർക്കാൻ സംഘങ്ങൾ ഉണ്ടാകും. ടൈഗർ സൊസൈറ്റികൾ ഉണ്ടാവും ദീനിന്റെ അഹ്ലുകാരെ തകർക്കാൻ. ഖാറൂൻ അങ്ങനെ ഉണ്ടായിരുന്നു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് വിവരം കിട്ടി. 5 നേരം 24 മണിക്കൂറും പള്ളിയിൽ മൂസ നബിയോടൊപ്പം ദഅവത്തിന്റെ ജോലിയുമായി കഴിച്ചു കൂട്ടിയ ഖാറൂൻ ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ നിസ്കരിക്കാൻ മാത്രമായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ശനിയാഴ്ച ജുമഅക്ക് വേണ്ടി മാത്രമായി. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഇപ്പം പെരുന്നാളിന് മാത്രമായി പള്ളിയിൽ. ഇപ്പൊ കാണാനേ ഇല്ല ആളാ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വിനം കിട്ടി കോടീശ്വരനായിട്ട് സുഖിച്ച് ജീവിക്കുകയാണെന്ന്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം സക്കാത്ത് പിരിവുകാരനെ ഖാറൂൻ മുതലാളിന്റെ വീട്ടിലേക്ക് അയച്ചു, കൊട്ടാരത്തിലേക്ക്. സക്കാത്തിന്റെ പിരിവുകാരനെ ബൈത്തുൽ മാലിലേക്ക് സക്കാത്തിന്റെ പൈസ അടക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് യഹ്ദീകുമുല്ലാഹ് വയുസ്ലിഹു ബാലക്കും. സക്കാത്തിന്റെ പൈസ അടക്കണമെന്ന് പറഞ്ഞിട്ട് ഖാറൂൻ ആട്ടിവിട്ടു. കടം പിരിക്കാൻ വേണ്ടി വന്നവനെ പോലെ വന്നിരിക്കുന്നു. മൂസന്റെ പേരും പറഞ്ഞിട്ട്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി. അല്ലാഹ് അത് അതിനേക്കാൾ വലിയ വാക്കാണ്. ഖാറൂൻ മുതലാളി പറഞ്ഞു, ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി. അസിയപ്പെട്ടിട്ട് കാര്യമില്ല. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. ഞാൻ ഗൾഫിൽ പോയിട്ടുണ്ടാക്കിയതാണ്. ഞാൻ അതേപോലെ പിന്നെ ദുനിയാവിന്റെ മേഖലകളിൽ ചുറ്റിക്കറങ്ങിയിട്ട് കഷ്ടപ്പെട്ട് പട്ടിണി കിടന്നിട്ടുണ്ടാക്കിയതാണ്. ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി. എൻ്റെ സാമർഥ്യം കൊണ്ട്, എൻ്റെ ഇൽമു കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. എൻ്റെ സാമർഥ്യം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഫിറോന്റെ പ്രസംഗമാണ്. ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി. എല്ലാം എൻ്റെ സാമർഥ്യം, എൻ്റെ മിടുക്ക്, എൻ്റെ ജനങ്ങൾക്കുള്ള സ്വാധീനം, അങ്ങനെ ഉണ്ടാക്കിയതാണ് ഞാൻ. അവിടെ കടം പിരിക്കാൻ വേണ്ടി വന്നവനെ പോലെ വന്നിരിക്കുന്നു. മൂസയോട് പറഞ്ഞേക്ക് തരാൻ മനസ്സില്ല എന്ന്. എങ്ങനെയുണ്ട് മുതലാളി? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ശരീഅത്ത് പറയാൻ തുടങ്ങി, ദീൻ പറയാൻ തുടങ്ങി.
എല്ലാ കാലഘട്ടത്തിലും കാറൂന്മാരുണ്ടാകും. ഇന്ന് ഈ സമൂഹത്തിനും കാറൂന്മാരുണ്ട്. ഇസ്ലാമിക സമൂഹത്തിന്റെ കഥയായി പറഞ്ഞത്, മറ്റു മതക്കാരെ പറ്റിയല്ല ഈ പറഞ്ഞത്. അതിന്റെ ആവശ്യം നമുക്കില്ല. ഇസ്ലാമും മുസ്ലിമുമാണ് നമ്മുടെ ചർച്ച. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദത്ത് കൊടുത്ത സമൂഹത്തെ പറ്റിയാണ് നമ്മുടെ ചർച്ച. മുഹമ്മദ് റസൂലുള്ളാഹിക്ക് ഷഹാദത്ത് കൊടുത്ത, അള്ളാഹുമായിട്ട് കരാറിൽ ഏർപ്പെട്ട സമൂഹത്തെ പറ്റിയാണ് നമ്മുടെ ചർച്ച. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദത്ത് കൊടുത്തവർ, അത് നിലനിർത്തിക്കൊണ്ടുപോകുന്നവർ. മുഹമ്മദ് റസൂലുള്ളാഹിക്ക് ഷഹാദത്ത് കൊടുത്തവർ, അത് നിലനിർത്തിക്കൊണ്ടുപോകുന്നവർ. അവർ മുത്തഖീങ്ങളാണ്, അവരാണ് അഹ്ലുസ് സുന്ന. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദത്ത് കൊടുത്തു, ജാറങ്ങളെ കൊണ്ട് ആ ഷഹാദത്തിനെ പൊളിച്ചു. മുഹമ്മദ് റസൂലുള്ളാഹിക്ക് ഷഹാദത്ത് കൊടുത്തു, തരീഖത്തുകളെ കൊണ്ടും ശൈഖുമാരെ കൊണ്ടും അത് പൊളിച്ചു. അവരാണ് ഷിയാക്കൾ, അവരാണ് മുബ്തദിഈകൾ, അവരാണ് മുശ്രിക്കുകൾ, അവരാണ് കാഫിറുകൾ. നല്ലത് കാഫിറിനെ അന്വേഷിച്ച് പുറത്തേക്ക് പോണ്ട. കാഫിർ മുശ്രിക്കുന്നെല്ലാം പറയുമ്പോൾ മറ്റു മതക്കാർ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇന്ത്യ രാജ്യത്ത് സംഭവിച്ച ഒരു അപജയമാണത്. മറ്റു മതക്കാരെ ചൂണ്ടിക്കാണിച്ച് മുസ്ലിമീങ്ങൾ എന്ന അഡ്രസ്സിൽ എന്ത് തോന്നിവാസവും ചെയ്യാമെന്ന അഡ്രസ്സിലേക്ക് പോകുക. അല്ലാഹു തആല ശിക്ഷ പറഞ്ഞല്ല മറ്റവർക്കാണ് എന്ന് പറഞ്ഞ് തീർക്കുക. ഇല്ല, അവരെ പറ്റി നമ്മൾ ചർച്ചയേ ഇല്ല. നമ്മളെപ്പറ്റി രണ്ട് വിഭാഗത്തെ പറ്റിയാണ് ചർച്ച. ഒന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദത്ത് കൊടുക്കുകയും അത് സ്ഥിരപ്പെടുത്തുകയും അതിൽ ഇസ്തിഖാമത്ത് കിട്ടുകയും, മുഹമ്മദ് റസൂലുള്ളാഹിക്ക് ഷഹാദത്ത് കൊടുക്കുകയും അതിൽ ഇസ്തിഖാമത്ത് കിട്ടുകയും ചെയ്യുന്ന അഹ്ലുസ് സുന്ന, അഹ്ലുൽ ഇൽമ്, അഹ്ലുത് തഖ്വ. മറുഭാഗത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ജാറങ്ങളെ കൊണ്ടത് പൊളിച്ചിട്ടുണ്ട്, ബാത്തിലാക്കിയിട്ടുണ്ട്. അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, തരീഖത്തുകളെ കൊണ്ട് ശൈഖന്മാർക്ക് ബയ്യത്ത് ചെയ്തുകൊണ്ട് അത് പൊളിച്ചിട്ടുണ്ട്. അവരാണ് മറുഭാഗത്തുള്ളത്. ഇതാണ് നമ്മുടെ ചർച്ച. ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെതിരിൽ ഖാറൂൻ സമൂഹത്തെ വിളിച്ചുകൂട്ടി സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടാൻ വേണ്ടി തുടങ്ങി. മൂസ നബിയെ വിമർശിക്കാൻ വേണ്ടി തുടങ്ങി. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പരിഹസിക്കാൻ വേണ്ടി തുടങ്ങി. അവസാനം മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ തേജോവധം നടത്താൻ വേണ്ടി അവൻ ചെയ്തത്, ഒരു വ്യഭിചാരി പെണ്ണിനെ ലക്ഷങ്ങൾ കൊടുത്തിട്ട് വശത്താക്കി. എന്നിട്ട് അവളോട് പറഞ്ഞു, മൂസ പ്രസംഗിക്കുന്ന സ്റ്റേജിൽ നീ പോണം, ആ സദസ്സിൽ നീ പോണം. മൂസ ഇത്തരം വിഷയങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോൾ മൂസയോട് ചോദിക്കണം, ഹോ മൂസ, ഈ തെറ്റ് നിങ്ങളാണ് ചെയ്തതെങ്കിലോ? അപ്പോൾ മൂസ എന്ത് പറയുന്നു നോക്കണം, അതിനനുസരിച്ച് നീ വിഷയം കൈകാര്യം ചെയ്യണം. സംഭവിച്ചു. സദസ്സിലേക്ക് പോയി. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നസീഹത്തിന്റെ സദസ്സിൽ കയറി. ഇടയ്ക്ക് ഇത് ചോദിച്ചു. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അതിന്റെ ഗൗരവമുള്ള ശിക്ഷയെപ്പറ്റി പറഞ്ഞു. അപ്പോൾ ആ പെണ്ണ് പറഞ്ഞു, ഈ വയറ്റിലുള്ള കുഞ്ഞ് നിങ്ങളതാണല്ലോ, എന്താണ് ശിക്ഷ നടപ്പിലാക്കാത്തത് എന്ന്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെതിൽ കാവൂൻ മുതലാളി ചെയ്ത ഏറ്റവും വലിയ ഹീനമായ അവസ്ഥ അതാണ്. അവിടെയായിരിക്കും മദ്ലൂമിൻ്റെ ദുആ ആകാശത്തിലെത്തുക. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തു, ഏ അല്ലാഹ്, ഇനി ഇവനെ സഹിക്കാൻ പറ്റൂല അല്ലാഹ്, നീ ഇവനെ കൈകാര്യം ചെയ്തേ പറ്റൂ അല്ലാഹ്, എൻ്റെ നിരപരാധിത്വം നീ തെളിയിച്ചേ പറ്റൂ. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ദുആ, അതെ, ആദ്യം നൽകാൻ വേണ്ടി ചെയ്ത ദുആ ഇപ്പോൾ തകർക്കാൻ വേണ്ടി നടത്തിയ ദുആ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, എല്ലാ നബിമാർക്കും ഉത്തരം കിട്ടുന്ന ദുആ അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. ലികുല്ലി നബിയിൻ ദുആഉ മുസ്തജാബ. ഉത്തരം കിട്ടുന്ന ദുആ എല്ലാവരും ഈ ദുനിയാവിൽ ആ ദുആ ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് കിട്ടിയ ദുആ ഞാൻ എൻ്റെ ഉമ്മത്തിന് വേണ്ടി നാളത്തേക്ക് ഞാൻ നീട്ടിവെച്ചിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖായ മുത്തായ മുസ്തഫ റസൂലുള്ളാഹി പല സന്ദർഭത്തിലും അഷ്റഫുൽ ഖൽഖിന് അല്ലാഹുവിനോട് ഈ അനുവദിക്കപ്പെട്ട ഉത്തരം കിട്ടപ്പെട്ട ആ ദുആക്ക് വേണ്ടിയുള്ള അവസരങ്ങൾ പലതും ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി തങ്ങളൊന്നും ഉപയോഗിച്ചില്ല. തായിഫിൻ്റെ ഒക്കെ കഥകൾ നാം പലപ്പോഴും സംസാരിച്ചതാണ്. അവിടെ ഒന്നും അഷ്റഫുൽ ഖൽഖ് ആ ദുആ ഉപയോഗിച്ചില്ല. അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു, നാളെ ആഖിറത്തിൽ അല്ലാഹുവിൻ്റെ ദർബാറിൽ എൻ്റെ ഉമ്മത്തിന് വേണ്ടിയിട്ട് ഞാൻ ആ ദുആ ഉപയോഗിക്കും എന്ന് പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ. ഹസ്രത്ത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ദുആ അല്ലാഹു തആല സ്വീകരിച്ചു. എന്താ സംഭവിച്ചത്? അല്ലാഹു തആല പറഞ്ഞു, ഫഖസഫിനാ ബിഹി, അവനെയും കൊണ്ട് നാം പിളർത്തി, വബിദാരിഹി, അവന്റെ കോട്ട കൊത്തളങ്ങളും സമ്പത്തുകളും ഒന്നടങ്കം കൊണ്ട് ഞാൻ പിളർത്തിയാൽ അർള, ഭൂമിയെ. ഫഖസഫിനാ ബിഹി വബിദാരിഹിൽ അർള്, എല്ലാം തകർന്ന് തരിപ്പണമായി. ഒറ്റ ഭൂകമ്പം, ഒരു ഗർത്തം ഇപ്പോഴും താണുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയും സ്റ്റോപ്പായിട്ടില്ല എന്ന്. ഖിയാമത്ത് നാൾ വരെ അവൻ താഴ്ന്നുകൊണ്ടേ പോകും. ആ രീതിയിൽ അല്ലാഹു തആല ആ ഖാറൂൻ മുതലാളിയെ ശിക്ഷിച്ചു. എല്ലാം തകർന്ന് തരിപ്പണമായി, എല്ലാം നശിച്ചു. അങ്ങനെ ഒരാൾ ഈ ഭൂമിക്ക് ജീവിച്ചിട്ടുണ്ട് എന്ന് പോലും തെളിയാത്ത രീതിയിൽ എല്ലാ അവസ്ഥകളെയും അല്ലാഹു തആല മായ്ച്ചു കളഞ്ഞു. പരിശുദ്ധ ഖുർആൻ അഷ്റഫുൽ ഖൽഖ് പ്രവാചകനായി വരുന്നതിൻ്റെ
ഏതാണ്ട് 2000 കൊല്ലം മുമ്പ് നടന്ന സംഭവത്തെയാണ് അഷ്റഫുൽ ഖൽഖ് അറിയിച്ചു കൊടുക്കുക അല്ലാഹു തആല ഖുർആൻ ശരീഫിലൂടെ നബി തങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഇന്നലെ വരെ ഖാറൂനെ പോലെയായ തരക്കേടില്ലായിരുന്നു എന്നാഗ്രഹിച്ചവർ പറയാൻ തുടങ്ങി. ഖാലല്ലദീന ഇന്നലെ വരെ ബിൽ അംസ്, ഇന്നലെ വരെ ഫഅസ്ബഹല്ലദീന തമന്നൗ മക്കാനഹു ബിൽ അംസ്. അല്ലാഹു തആല എല്ലാവരും ഇഫ്തിൽ ബർക്കത്ത് ചെയ്ത് തരട്ടെ. മാഷാ അല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അല്ലാഹു മരിക്കുന്നത് വരെ നിലനിർത്തി തരികയും ചെയ്യട്ടെ. എല്ലാ കാര്യത്തിലും അല്ലാഹു എല്ലാവർക്കും, എല്ലാ ഹാഫിദീങ്ങൾക്കും ആലിമീങ്ങൾക്കും ഇസ്തിഖാമത്ത് പ്രദാനം ചെയ്യട്ടെ. ഇവിടെയും പതറിപ്പോവാതെ പിടിച്ചു നിൽക്കാൻ അല്ലാഹു തആല എല്ലാ സൗഭാഗ്യങ്ങളും നസീബാക്കി തരട്ടെ. ഫഅസ്ബഹല്ലദീന തമന്നൗ മക്കാനഹു ബിൽ അംസ്, ഇന്നലെ വരെ ഖാറൂനെ പോലെയായ തരക്കേടില്ലായിരുന്നു എന്നാഗ്രഹിച്ചവർ ഇപ്പം പറയാൻ തുടങ്ങി. ഫഅസ്ബഹല്ലദീന തമന്നൗ മക്കാനഹു ബിൽ അംസ്, ഇന്നലെ വരെ ഖാറൂന്റെ സ്ഥാനമാനങ്ങൾ, കോട്ടകൊത്തളങ്ങൾ, കൊട്ടാരങ്ങൾ, പദവികൾ, സ്ഥാനമാനങ്ങൾ, അനുയായികൾ, പ്രജകൾ, ആ രീതിയിൽ ജീവിച്ചവനെ പോലെ ആയ തരക്കേടില്ലായിരുന്നു എന്ന് പറഞ്ഞവരൊക്കെ ഇപ്പം പറയാൻ തുടങ്ങി. ലൗലാ അമ്മന്നല്ലാഹു അലൈനാ ലഖസഫ ബിനാ, അതാണ് വാക്ക്. ലൗലാ അമ്മന്നല്ലാഹു അലൈനാ, അല്ലാഹ് നമ്മളോട് എത്ര അനുഗ്രഹമാണ് ചെയ്തത്. അവന്റെ സ്ഥാനത്ത് നമ്മളായിരുന്നുവെങ്കിൽ ലഖസഫ ബിനാ, നമ്മളെയും ആ ഭൂമി വിഴുങ്ങിയേനെ, നമ്മളും ഈ പതനത്തിന് കാരണമായേനെ. അല്ലാഹ് നമുക്ക് ദുനിയാവ് തന്നില്ല, പത്രാസ് തന്നില്ല, അതുകൊണ്ട് ആ ദുര്യോഗം നമുക്ക് സംഭവിക്കുകയും ചെയ്തില്ല. അള്ളാഹു എത്ര നല്ല റിസ്ക് നൽകുന്നവനാണ്, എത്ര നല്ല അഭയം നൽകുന്നവനാണ്. അള്ളാഹു എത്ര നന്നായിട്ടാണ് അടിമകളോട് കൃപ കാണിക്കുന്നത് എന്ന് ആ സമയത്ത് പറയാൻ തുടങ്ങിയെന്ന്. അതുകൊണ്ട് ആരെങ്കിലും നശിച്ചിട്ട് പറയാൻ കാത്തു നിൽക്കണ്ട, പെട്ടെന്ന് തന്നെ നാം നമ്മുടെ വഴി ക്ലിയർ ആയിക്കൊള്ളണം എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് പറയാനുള്ളതും ആഖിറവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമേ ദീനുൽ ഇസ്ലാമിനെ ചർച്ച ചെയ്തിട്ട് കാര്യമുള്ളൂ. ദുനിയാവിൻ്റെ കാര്യത്തിൽ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രസക്തിയും ദീനുൽ ഇസ്ലാമിൻ്റെ പത്രാസും പറഞ്ഞിട്ട് ദുനിയാവിനെ ഓടികൂട്ടാനും ശ്രമിക്കണ്ട. ദുനിയാവിന് അല്ലാഹു തആല ഇസ്ലാമിനെ ഷർത്താക്കി വെച്ചിട്ടില്ല, ആഖിറത്തിന് വേണ്ടിയാണ് അല്ലാഹു തആല ഇസ്ലാമിനെ ഷർത്താക്കി വെച്ചിരിക്കുന്നത്. ദുനിയാവിന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് അല്ലാഹു തആല ഒരാളെ മുസ്ലിം ആകണം എന്നൊരു നിർബന്ധം അല്ലാഹു തആലക്കില്ല. ആഖിറത്തിൽ വിജയിക്കണമെങ്കിൽ മുസ്ലിം ആകണം എന്നത് അല്ലാഹു തആലക്ക് നിർബന്ധമുള്ള കാര്യമാണ്. ദുനിയാവിൽ അല്ലാഹു തആല ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ ആദർശം നോക്കുകയില്ല. ആഖിറത്തിൽ ഒരു തുള്ളി വെള്ളം കിട്ടണമെങ്കിൽ ആദർശത്തിൽ ജയിച്ചേ പറ്റൂ. അവിടെ ഇൻസാനിയത്തിന് പ്രസക്തിയില്ല, ദുനിയാവിൽ ഇൻസാനിയത്തിന് പ്രസക്തിയുണ്ട്. ദുനിയാവിൽ അല്ലാഹ് മനുഷ്യന്റെ മാനുഷികതയാണ് പരിഗണിക്കുന്നത്, ആഖിറത്തിൽ അല്ലാഹു മനുഷ്യന്റെ ആദർശത്തെയാണ് പരിഗണിക്കുന്നത്. ഈ വ്യത്യാസം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഹസ്രത്ത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തെ നാം പറഞ്ഞുകൊണ്ടിരുന്നത്. ഹസ്രത്ത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിന്റെ വളരെ കൃത്യമായിട്ട് നാം വിശദീകരിച്ചു. കടല് കടന്ന് അക്കരെ എത്തിയപ്പോൾ സെലഫികളായ നാം പറഞ്ഞ് നമ്മളെ ഭാഷ അനുസരിച്ച്, ആധുനിക ഭാഷ അനുസരിച്ച് സെലഫികളായ മുഅ്മിനീങ്ങൾ, ആ മുഅ്മിനീങ്ങളെയും കൊണ്ടാണ് പോയത്. ഷിയാക്കളായ സമൂഹത്തെ എല്ലാം അല്ലാഹു തആല കടലിൽ മുക്കിക്കൊന്നു. സെലഫികളായ സമൂഹം, ഞാൻ നിങ്ങൾക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ, സാധാരണക്കാരനും കൂടി ഇന്നത്തെ അവസ്ഥ വെച്ചുകൊണ്ട് മനസ്സിലാക്കാനാണ് ഞാൻ ആ വാക്കുകൾ ഉപയോഗിക്കുന്നത്. അന്ന് സെലഫികളുണ്ടോ ഷിയാക്കളുണ്ടോ എന്ന് ചോദിച്ചിട്ട് ആരും വേണ്ട, ബുഖാരിയിലുണ്ടോ മുസ്ലിമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ആരും വേണ്ട. മനസ്സിലാക്കാൻ വേണ്ടി ഒരു വാക്ക് പ്രയോഗം, അതെ, ഫറോവാന്റെ നേതൃത്വത്തിലുള്ള സലഫികളെ ഷിയാക്കളെ അല്ലാഹു തആല കടലിൽ മുക്കിക്കൊന്നു. മൂസ നബിന്റെ നേതൃത്വത്തിലുള്ള സലഫികളെ അല്ലാഹു തആല അക്കരയിലെത്തിച്ചു. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? അതാണ് നാം കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വെച്ചത്. ഈ ആഴ്ച നമ്മളവിടെ എത്തിയിട്ടില്ല, അതിനു മുമ്പ് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കേണ്ടി വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വരും നാളുകളിൽ നമുക്കത് ഖൈറായ രീതിയിൽ കൈകാര്യം ചെയ്യാനും തൗഹീദ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ നിൽക്കുക, പറഞ്ഞുകൊണ്ടേ ജീവിക്കുക, പറഞ്ഞുകൊണ്ടേ മരിക്കുക, ആ നല്ലവരെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തും.